റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ഒരു ഫേസിന്റെ ഷേപ്പ് അല്ലേ റെക്ടാങ്കിൾ വരുന്നത്? ഇതിനും 6 ഫേസ് ഉള്ള സോളിഡ്സ് ആണ് അല്ലെ, ക്യൂബോയിഡ് ആണ്. ഈ ഫേസ് പക്ഷേ സ്ക്വയർ ആണ്. ബാക്കി ഈ 2 ഫേസും ഞാൻ കൈ ടച്ച് ചെയ്തിരിക്കുന്ന ഈ 2 ഭാഗവും സ്ക്വയർ ഷേപ്പ് ആണ്. ഇത് റെക്ടാങ്കിൾ ഷേപ്പ്. അങ്ങനെ വരുന്ന ഒരു ക്യൂബോയിഡ് ആണ് ബ്രൗൺ സ്റ്റെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രൗൺ സ്റ്റെയർസ് നമുക്ക് പിങ്ക് ടവർ പോലെ തന്നെ 10 സെഗ്മെന്റ്സ് ആണുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഈ മോണ്ടിസോറി പഠിക്കുന്ന സമയത്ത് 2017 ബ്രൗൺ സ്റ്റെയർസ് 10 സെഗ്മെന്റ്സ് 10 പീസസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരെണ്ണം അഡീഷണൽ ഉണ്ട്. അതായത് ഏറ്റവും ചെറുതാണ്, ചെറുത് ഒരെണ്ണം കൂടി, അതായത് അത് രണ്ടെണ്ണം ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ പിങ്ക് ടവറിന്റെ കൂടെ ബ്രൗൺ സ്റ്റെയർ പറയാനുള്ള കാരണം പറയാട്ടോ. ഒരേപോലുള്ള രണ്ടെണ്ണം ഉണ്ട്. ഏറ്റവും ചെറിയ ക്യൂബോയിഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ചെറിയ ക്യൂബോയിഡ് ആണ് 2 പീസ്. അത് എന്തിനാണെന്ന് പറയാം. നമുക്ക് സ്റ്റെയർ, ഇതിന്റെ കളർ വളരെ അട്രാക്റ്റീവ്. പൊതുവെ എനിക്ക് ബ്രൗൺ കളറിനോട് അത്ര താല്പര്യമില്ല, പക്ഷെ ബ്രൗൺ സ്റ്റെയറിന്റെ കളർ വളരെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഫൈൻ കളറായിട്ട് തോന്നിയിരുന്നു. അപ്പൊ ഇതിന്റെ കളർ വളരെ അട്രാക്റ്റീവ് ആണ്. ഇത് നമ്മൾ സ്റ്റെയർ പോലെയാണ് ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ സ്റ്റെയർ വെക്കും. നെക്സ്റ്റ് അടുത്തത് വെക്കും. അടുത്തത് വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡും അവരുടെ കൊച്ചു കൈയല്ലേ കുട്ടികളുടെ, ഈ 2 സൈഡിലും ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ലെവലാണോ നോക്കൂ. സ്റ്റെയർ അങ്ങനെയല്ലേ, കറക്റ്റ് ലെവലിലല്ലേ പോകുന്നത്. എന്നിട്ട് ഏറ്റവും ചെറിയ, അതായത് 2 പീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊന്നെടുത്തിട്ട് 2 എണ്ണം വെച്ച് കഴിയുമ്പോൾ ജസ്റ്റ് വെച്ച് നോക്കും ലെവലാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിൽ വന്നു. നെക്സ്റ്റ് അടുത്ത പീസ് വെക്കുന്നു. അടുത്ത പീസ് വെക്കുമ്പോൾ ആ 2 എണ്ണം തമ്മിൽ ലെവലാണോ എന്ന് ചെക്ക് ചെയ്യും. ഞാൻ ബാക്കിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇപ്പോഴും കൈ വെച്ച് ചെയ്യും. നെക്സ്റ്റ് ഞാനിപ്പോ ഇതാണ് വെച്ചെന്ന് വിചാരിച്ചു. ഇപ്പൊ കറക്റ്റ് ലെവലിലാണോ? അല്ല മാം, അല്ല. അപ്പൊ മനസ്സിലായി ഇതല്ല നെക്സ്റ്റ് വെക്കേണ്ടതെന്നുള്ളത്. അതിനു വേണ്ടി കൺട്രോൾ ഓഫ് എറർ അത് ഈസി ആക്കാനായിട്ട്, പെട്ടെന്ന് കുട്ടികൾക്ക് ആ എറർ, ആ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെ. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും ഈ മെറ്റീരിയൽസിൽ അപ്ഡേഷൻസ് വരുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ എനിക്ക് മനസ്സിലായത് അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത് ഒരെണ്ണം എക്സ്ട്രാ വരുന്നത്. ഞങ്ങളുടെ സമയത്ത് കറക്റ്റ് 10 പീസസേ ഉണ്ടായിരുന്നുള്ളൂ. ആസ് ആൻ അഡൾട്ട് നമ്മൾ കറക്റ്റ് വെച്ച് പോകും. പക്ഷെ ഒരു കുട്ടി ചിലപ്പോ വെച്ചപ്പോ ഈ മിസ്റ്റേക്ക് കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരുന്ന് കാണുമായിരിക്കാം. ആ കൺട്രോൾ ഓഫ് എറർ ശരിയാകുന്നുണ്ടാകുന്നില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് വൺ വെക്കുന്നു. ആ പീസ് വെച്ച് നോക്കും. ഇവിടെ ഹാൻഡ് ആണ് ശരിക്കും വർക്ക് ചെയ്യണത് കേട്ടോ, ഹാൻഡ്. അപ്പൊ ആ ഒരു ഇത്. നെക്സ്റ്റ് വൺ അത് വെച്ച് നോക്കുന്നു. അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇത് വെച്ച് കഴിയുമ്പോൾ ഒരു കാണാനും ഒരു ഭംഗിയല്ലേ, ഒരു സ്റ്റെയറിന്റെ ഒരു എഫക്ട് ആ രീതിയിൽ വരും. നെക്സ്റ്റ് വൺ അഗെയിൻ അവരെ കൺട്രോൾ ഓഫ് എറർ അത് വെച്ച് നോക്കും. വീണ്ടും നമ്മുടെ ലാസ്റ്റ് പീസ് കറക്റ്റ് ലെവലിൽ. ഓക്കെ, അപ്പൊ ഇത് കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ടാണ്. ഞാൻ പിങ്ക് ടവർ ഇതിന്റെ കൂടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 10 പീസസ് വിത്ത് ഒരെണ്ണം എക്സ്ട്രാ കൺട്രോൾ ഓഫ് എററിന്. പിങ്ക് ടവറിന്റെ ഏറ്റവും വലിയ ക്യൂബിന്റെ അതേ മെഷർമെന്റ് തന്നെയായിരിക്കും ബ്രൗൺ സ്റ്റെയറിന്റെ ഈ ഫേസിലെ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ സ്റ്റെയറും ആ പിങ്ക് ടവറിന്റെ ആ ഒരു ക്യൂബും കൂടെ വെച്ചിട്ട് കോമ്പിനേഷൻ ചെയ്യും. ഇങ്ങനെ വെച്ചിട്ട് കോമ്പിനേഷൻസ് ചെയ്യും.
അവർ ഇനീഷ്യലി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഡെമോ അനുസരിച്ച് ഈ റൗണ്ട് സ്റ്റെയർ ഇതിങ്ങനെ വെക്കുന്നത് ചെയ്യുമായിരിക്കും. പക്ഷെ പിന്നീട് അവർ ചെയ്യുമ്പോൾ അവര് ട്രെയിൻ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. പിങ്ക് ടവറുമായിട്ട് കോമ്പിനേഷൻ ചെയ്യാവുന്നതാണ്. പിങ്ക് ടവറിന്റെ 9 സെന്റിമീറ്റർ വരുന്ന ആ ക്യൂബ് കറക്റ്റ് ഈ ഒരു സ്പേസിൽ ഇരിക്കും. കാരണം ഇതും 9 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? പിന്നെ ബ്രൗൺ സ്റ്റെയറിന്റെ നമ്മളിപ്പോ ഇത് ലെങ്ത് വൈസ് ആണ് വെക്കുന്നത്. അപ്പൊ ലെങ്ത് ആണ് സെയിം ആയിട്ട് വരുന്നത്. റെക്കോർഡിൽ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. എന്തോ ചെറിയ ഒരു മിസ്റ്റേക്ക് അതിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയാണ് ബ്രൗൺ സ്റ്റെയറിന്റെ കാര്യം. അട്രാക്റ്റീവ് കളർ, ആ ഒരു ക്രൊമാറ്റിക് സെൻസ് കിട്ടുന്നു. പിന്നെ അവരുടെ ഹാൻഡ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു. സോ ഫൈൻ മോട്ടോർ സ്കിൽസ് ഓരോന്നും. ഇപ്പൊ ആസ് ആൻ അഡൾട്ട് എനിക്ക് ഇതിപ്പോ എടുക്കുന്നതിന് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾ എടുക്കുമ്പോൾ അവരവരുടെ മാക്സിമം എഫേർട്ട് എടുക്കും. അവരവരുടെ എല്ലാ ഫിംഗേഴ്സും യൂസ് ചെയ്യും. അത് മാത്രമല്ല വെയിറ്റ് ഡിഫറൻസ് അവർക്ക് നല്ലതുപോലെ മനസ്സിലാവും. ഓക്കെ, ബാരിക് സെൻസ്, വെയിറ്റിന്റെ ആ വെയിറ്റ് സെൻസ് ചെയ്യുന്നത് ബാരിക് സെൻസ് അവർക്ക് നന്നായി മനസ്സിലാവും. പിന്നെ വളരെ സ്മൂത്ത് സർഫസ്, ബ്രൈറ്റ് കളർ, ആ ഒരു ക്രൊമാറ്റിക് സെൻസ്, ടച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീല്, പിന്നെ ആ ഒരു ഡിഫറൻസ്, സ്റ്റെയർ എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. പിന്നെ അവരത് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. പിങ്ക് ടവറുമായിട്ട് അവർ ചെയ്തു തുടങ്ങും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ബ്രൗൺ സ്റ്റെയർ നമ്മുടെ സെൻസോറിയൽ ഏരിയയിൽ വരുന്നതാണ്. ബ്രൗൺ സ്റ്റെയർസ് വരുന്നതാണ് ബ്രൗൺ സ്റ്റെയർ. ഓക്കെ, പിന്നെ കുട്ടികൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ കൗണ്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൗണ്ടിങ്ങും ചെയ്യിക്കാം, കൗണ്ട് ചെയ്യിക്കാം. ഓക്കെ, സോ ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. അതൊന്ന് മാറ്റട്ടെ. ഒറ്റയ്ക്കുള്ളതാണ്, ചിലപ്പം സമയം എടുക്കും. നിങ്ങൾക്ക് ഇനി മാത്തമാറ്റിക്കൽ ഏരിയ ചെയ്യാനുണ്ടല്ലേ? 11കാർക്ക് മാത്തമാറ്റിക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്കൽ ഞാൻ ലാസ്റ്റ് എടുക്കാം. സൗണ്ട് സിലിണ്ടേഴ്സ് പറഞ്ഞിരുന്നോ? സൗണ്ട് സിലിണ്ടേഴ്സ് ഇല്ലല്ലോ. ഇതൊക്കെ സിലിണ്ടേഴ്സ് ആണ്. നമുക്ക് 6 സിലിണ്ടേഴ്സ് വരും. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിൽ 3 ഇതിന്റെ ലിഡ് റെഡ് കളറും ബാക്കി 3 ഗ്രീൻ കളറുമാണ് കേട്ടോ. നമ്മൾ ചെയ്യിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യിക്കും. കണ്ണടച്ച് ആണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. അൺഫോൾഡ് ചെയ്യാനും പറ്റും. പക്ഷെ എന്നാലും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അവര് ഷാർപ്പാകും. നമുക്ക് കേൾക്കുക വേണ്ട, സൗണ്ട് സിലിണ്ടേഴ്സ് അല്ലേ കേൾക്കുക വേണ്ടേ. അപ്പൊ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരേപോലത്തെ മെറ്റീരിയൽസ് ഒരു റെഡിലും ഒരു ഗ്രീനിലും ഇടും. എന്നിട്ട് അവരെ കൊണ്ട് 2 സൗണ്ടും കേൾപ്പിക്കുമ്പം ഒരേപോലെയാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ അവരത് പെയർ ചെയ്യും. അതാണ് ആക്ടിവിറ്റി. ഓക്കെ, നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് കുട്ടിയെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിരുത്തും. അൺഫോൾഡ് ചെയ്തും ചെയ്യാം. ബ്ലൈൻഡ് ഫോൾഡ് മാത്രമല്ല, നിങ്ങൾക്ക് കാണാം 3 റെഡ് ക്യാപ്പ് ഉള്ളത്, 3 ഗ്രീൻ ക്യാപ്പ് ഉള്ളത്. അപ്പൊ പേര് ഒരു റെഡും ഒരു ഗ്രീനും ആയിരിക്കും. അപ്പൊ 3 റെഡില് 3 രീതിയിലുള്ള സൗണ്ട് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഫിൽ ചെയ്യും. നമുക്ക് സാൻഡ് പാർട്ടിക്കിൾസ് ഇടാം. കുറച്ചുകൂടെ നല്ല ഗ്രാനൂൾസ്, പൊടിയല്ല ഗ്രാനൂളായിട്ട് ശബ്ദം കേൾക്കുന്ന രീതിയിലുള്ള സാൻഡ് പാർട്ടിക്കിൾ ഇടാം. ഒരു റെഡിൽ ഇടുന്നത് അതേപോലെ തന്നെ ഒരു ഗ്രീനിൽ ഇടണം. പിന്നെ ബീഡ്സ് ആണ് ഇവിടെ നമ്മുടെ കയ്യിലുള്ളത്. ഞാനിപ്പോ ഒരു റെഡില് 3 ബീഡ്സ് ഇട്ടു, ഗ്രീനില് സെയിം തന്നെ ഇട്ടു. അപ്പൊ പിന്നെ നമ്മള് 3 തന്നെ ഇട്ടു കേട്ടോ. നമ്മളിന്റെ നമ്പർ, ബീഡ്സിന്റെ നമ്പർ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ശബ്ദത്തില് വ്യത്യാസം ഉണ്ടാവും. കേൾക്കാൻ പറ്റുന്ന വിചാരിക്കണു. സെയിം ശബ്ദം തന്നെ നമുക്ക് റെഡിന്നും കേൾക്കാം. കാരണം ഒരേപോലത്തെ 3 ബീഡ്സ് തന്നെയാണ് രണ്ടിലും. സൗണ്ട് അവർക്ക് ഒരേപോലെ
കേൾക്കാനായിട്ട് പറ്റും. പെയർ ചെയ്യും. വൺസ് ഒരു പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എടുക്കുള്ളൂ. അങ്ങനെ ചെയ്ത പിന്നെ ഇപ്പം സൗണ്ട് ഞാൻ ഒരു ബീഡാട്ടോ ഇതിലിട്ടത്. അതിന്റെ ശബ്ദം കേൾക്കാം. 3 സൗണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത് പെയർ അല്ലാന്ന് മനസ്സിലാകും. അപ്പോൾ കുട്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയുള്ളത് നോക്കി വെച്ചതിന്റെ ശബ്ദവുമായിട്ട് അതിനെ മാച്ച് ചെയ്യും. അതായിരിക്കും എളുപ്പം. നമ്മൾ എപ്പോഴും കുട്ടികളെ ഡെമോ ചെയ്യിക്കുമ്പോൾ സിമ്പിൾ ആണ് ആദ്യം ചെയ്യിക്കുക. സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്ത് വന്ന് പിന്നീടാണ് അവര് ബാക്കി ഇതിലേക്ക് പോകുന്നത്. അപ്പൊ ഒരെണ്ണം വെച്ചു, ബാക്കി എല്ലാം സിലിണ്ടർ എടുത്തിട്ട് വീണ്ടും കേട്ട് അതും പിന്നീട് കേട്ട് അങ്ങനെ നോക്കിയാണ് അവരത് കമ്പയർ ചെയ്തിട്ട് പെയർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കും. നമുക്ക് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഇല്ല. പക്ഷെ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഈ ക്യാപ്പിന് ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മുടെയൊക്കെ ഡൈനിങ് ടേബിളില് സോൾട്ടും പെപ്പറും ഇടാനായിട്ട് ഹോൾ ഉള്ള ഒരെണ്ണം വെക്കില്ലേ? നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഹോൾസ് ഇങ്ങനെ ഓപ്പൺ ആക്കാം, അല്ലാത്ത സമയത്ത് അതങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. ആ രീതിയിൽ ഇതേ ഷേപ്പിലുള്ളത് തന്നെയാണ് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സും. നമുക്ക് സ്പൈസസ് ഇടാം. നല്ല ഇന്റൻസ് ആയിട്ടുള്ള സ്മെല്ലുള്ളത് ഇടുവാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ നാച്ചുറൽ തിങ്സ് ആണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. അത് കാരണം സ്പൈസസ് ഇട്ടിട്ട് കുട്ടികളെ ആ സ്മെല്ല്, പിന്നെ നല്ല പെർഫ്യൂംസ് ഏതെങ്കിലും കോട്ടണിൽ ഇതാക്കിയിട്ട് അങ്ങനെയും ചെയ്യിക്കാം. ഇതാണോ? ഇത് സൗണ്ട് സിലിണ്ടേഴ്സ്. കുട്ടികളുടെ ഓഡിറ്ററി സെൻസ് അത് എത്രത്തോളം ഷാർപ്പാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് സെൻസോറിയൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഓഡിറ്ററി സെൻസ് ആണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ആളുകൾക്കും ഓരോ സെൻസ് ഷാർപ്പായിരിക്കും. നമുക്ക് എല്ലാവർക്കും 5 സെൻസ് ഉണ്ട്, 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലെ? നമ്മുടെ എല്ലാവർക്കും ഓരോ സെൻസ് ആയിരിക്കും ഷാർപ്പ്. ഫോർ മീ, എനിക്ക് ഓൾഫാക്ടറി സെൻസ് ആണ്. എനിക്ക് സ്മെല്ല് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്റെ ഒരു സെൻസ്. ചില ആളുകൾക്ക് ടച്ച് ആയിരിക്കും. നമ്മളിപ്പം ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഈ ഫാബ്രിക് പിടിച്ചിട്ട് ചിലര് പറയില്ലേ, ഇത് പ്യുവർ സിൽക്ക് ആണ്, ഇത് മിക്സ്ഡ് ആണ് എന്ന് പറയില്ലേ? എനിക്ക് മനസ്സിലാവില്ല ഫാബ്രിക്കിന്റെ കാര്യത്തിൽ പെട്ടെന്നൊന്നും. പക്ഷെ ചില ആളുകൾ ഇത് പ്യുവർ കോട്ടൺ ആണ്, ഇത് മിക്സ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അത് ടച്ച് ചെയ്തിട്ട് പറയും. അവരെ സംബന്ധിച്ച് അവരുടെ ടാക്ടൈൽ സെൻസ് അതായിരിക്കും അവരുടെ ഷാർപ്പ്. ചില ആൾക്കാർക്ക് ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് പറയും. ഉപ്പ്, പുളി, മധുരാണെങ്കിൽ അത്, അങ്ങനെ എരിവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പൈസ് എല്ലാം അവര് കറക്റ്റ് പറയും. നമ്മൾക്ക് നല്ല സാലറി കിട്ടുന്ന ഒരു ജോബ് ഉണ്ട്, ടീ ടെസ്റ്റർ, അതുപോലെ തന്നെ കോഫി ടെസ്റ്റർ അല്ലെ? അവര് കറക്റ്റ് ആ ടീ ടേസ്റ്റ് ചെയ്ത് അതിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് പറയും. ആ രീതിയിൽ ടീ ഫാക്ടറികളിലൊക്കെ ജോലി കിട്ടുന്നത്, ചോക്ലേറ്റ് അത് ടേസ്റ്റ് ചെയ്യുന്നവർ. അപ്പൊ ചിലർക്ക് ടേസ്റ്റ് ആയിരിക്കും അവരുടെ സെൻസ് ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ടിരിക്കുന്നത്. ചിലരുടെ വിഷ്വൽ സെൻസ് ആയിരിക്കും. വൺസ് കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ആ ഒരു ഇമേജ് ക്ലിയർ ആയിരിക്കും അവർക്ക്, ആ ഒരു ഇമേജ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും നമ്മുടെ ഏതെങ്കിലും ഒരു സെൻസ് ഷാർപ്പായിട്ട്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് യുവേഴ്സ്. നിങ്ങളുടെ ഏതാന്ന് കണ്ടുപിടിക്കുക. ഞാൻ എന്റെ കണ്ടുപിടിച്ചു. ഓൾഫാക്ടറി സെൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഷാർപ്പായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ ഇച്ചിരി വീക്കാന്ന് തോന്നുന്നു. മാം, ഈ ടേസ്റ്റ് എന്ന് പറയുന്ന സെൻസിനെ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും മെറ്റീരിയൽസ് മോണ്ടിസറിയിൽ ഉണ്ടോ? ടേസ്റ്റ് എന്ന് പറയുന്ന സെൻസിനെ, ടങ്ങിനെ, അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ്? നമുക്ക് മെറ്റീരിയൽസ് ഇല്ല, പക്ഷെ മോണ്ടിസോറി സ്കൂളില് അതിനുള്ള ഏരിയ ഉണ്ട്. അതായത് കിച്ചൺ ഉണ്ട് മോണ്ടിസോറി. അതായത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് നമ്മൾ ഈ ടേസ്റ്റിന്റെ, അതായത് അവര് ജ്യൂസ് ഉണ്ടാക്കും, ലെമണേഡ്, ലൈം ജ്യൂസ് ഉണ്ടാക്കും. അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ അല്ലെ? അതിന്റെ മധുരത്തിനാണ് ഉണ്ടാക്കുന്നെങ്കിൽ മധുരം, ഉപ്പിലാണെങ്കിൽ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ അവര് കുക്കീസ് ഉണ്ടാക്കും മൈക്രോവേവ് ഓവനിൽ. അതെല്ലാം മിക്സ് ചെയ്ത് കറക്റ്റ് അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണല്ലോ അവർ അതെല്ലാം ചെയ്യുന്നത്. ഫ്രൂട്ട്സ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും. ഫ്രൂട്ട്സ് കട്ട് ചെയ്യും. ഫ്രൂട്ട്സ് നല്ല മധുരമുള്ളത് ഉണ്ടാവും, ഇച്ചിരി പുളിയുള്ള ഫ്രൂട്ട്സും ഉണ്ടാവും. ചില സമയത്ത് ഓറഞ്ചിനൊക്കെ പുളിയാണല്ലോ. അപ്പൊ അങ്ങനെ ആ ടേസ്റ്റ് എല്ലാം അവർക്ക് കിട്ടും. അതിന് സ്കൂളിൽ തന്നെയാണ് നമുക്ക് ആ ഏരിയ, നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് തിരിച്ചതില് നമുക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആ 5ാമത്തെ ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ ആണ്. അതില് ഗാർഡൻ, പിന്നെ മണ്ണ് കുഴയ്ക്കുക, വെള്ളത്തിൽ കളിക്കുക, അതൊന്നും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറ്റില്ല. പക്ഷെ സ്കൂളിൽ അത് വേണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നതാണ്
ടേസ്റ്റ് സെൻസിന്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ജ്യൂസ് ഉണ്ടാക്കുന്നതും ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതും അതുപോലെ കുക്കീസ് ഉണ്ടാക്കുന്നത്, പിന്നെ മാവ് കുഴച്ച് എന്തെങ്കിലും അതുപോലെ പാൻ കേക്ക് ഉണ്ടാക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് വരുന്നത്. അവിടെയാണ് ഈ ഇപ്പോൾ ടേസ്റ്റ് സെൻസിന്റെ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പുളിയുള്ളതും മധുരമുള്ളതും ഉപ്പിന്റെയും എല്ലാം അവരറിയുന്നത് അവിടെ നിന്നാണ്. കാരണം അവരവിടെ കുക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ അവർക്ക് അറിയാൻ പറ്റും ഉപ്പ് പാകമാണോ, മധുരം കറക്റ്റ് ആണോ, പുളി ഉള്ളതാണോ ഒക്കെ അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ കുക്കിംഗ് ഏരിയയും സയൻസ് ജോഗ്രഫി ആ ഏരിയയും നമുക്ക് അങ്ങനെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സയൻസ് അതർ കൾച്ചറൽ ഏരിയയിൽ ക്ലോക്ക് ഉണ്ടാവും, ഗ്ലോബ് ഉണ്ടാവും, മാപ്പ്, അറ്റ്ലസ്, പിന്നെ സോളാർ സിസ്റ്റം, പിന്നെ കലണ്ടർ, പിന്നെന്താ ഉണ്ടാവുക, പിന്നെ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ഏരിയ, സ്വിമ്മിംഗ് പൂള് പോലെ, അത് ആർട്ടിഫിഷ്യലും ഉണ്ടാവും, കൺസ്ട്രക്ട് ചെയ്തതായി ടൈപ്പും ഉണ്ടാവും ചിലയിടങ്ങളിൽ. പിന്നെ ഗാർഡൻ ഉണ്ടായിരിക്കും, പെറ്റ്സ് ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ, ചിലർക്ക് പെറ്റ്സ് ഉണ്ടാവില്ല, അതിന് പകരം അനിമൽസിന്റെ ഫോട്ടോസ് ആയിരിക്കും. നമ്മൾ പിന്നെ അതൊക്കെ കുറച്ച് റെക്കോർഡിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു ഡിഫറൻസ്. അതാണ് നിങ്ങൾക്ക് ഒരു മോണ്ടിസോറി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ എല്ലാം അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് പോണേ, നമ്മൾ ചെയ്ത മെറ്റീരിയൽസ് ഏതാണെന്നൊന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ പിങ്ക് ടവർ കാണിച്ചു തരാം. പിങ്ക് ടവർ ഏതോ ഒരെണ്ണത്തിന്റെ ഇടയിലാണ്. അതിന് മുമ്പ് അതിനിടയ്ക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിലേക്ക് പോകാം ഓരോന്നായിട്ട്. മാത്സിന് നമ്മൾ ഫസ്റ്റ് കുട്ടികളെ എന്താ പഠിപ്പിക്കുന്നത്? ഫസ്റ്റ് നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കും, കൗണ്ടിങ് പഠിപ്പിക്കും അല്ലെ, എണ്ണാനാണ് അവർ ആദ്യം പഠിക്കുന്നത്, കൗണ്ടിങ്. അപ്പൊ കൗണ്ടിങ് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ടോ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കും അല്ലെ, ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് പഠിപ്പിക്കും. നമ്പേഴ്സ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 1 to 10 വരെയൊക്കെ ആദ്യം പഠിപ്പിക്കുള്ളൂ, പിന്നെയാണ് അവരെ 100 വരെയും പഠിപ്പിക്കുന്നത്, KG സെഷനിൽ പ്രത്യേകിച്ച്. ഓക്കെ, പിന്നെ കൗണ്ടിങ്ങും കഴിഞ്ഞ് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ കഴിഞ്ഞ് ഓഡ് ഈവൻ കഴിഞ്ഞ് പിന്നെ ഏത് കൺസെപ്റ്റിലേക്കാ പോവാ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അതെ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 4 എണ്ണം, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അപ്പൊ നമുക്കും ആ ഓർഡറിൽ തന്നെ പോവാം. അത് കഴിയുമ്പോൾ വലിയ യൂണിറ്റ്സ് അവർ പഠിക്കും അല്ലെ, ഡെസിമൽ യൂണിറ്റ്സ് 10, 20, 30, 40, 50, അങ്ങനെ 100, 200, 300, പിന്നെ 1000, അങ്ങനെ ഡെസിമൽ യൂണിറ്റ്സും അവർ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കളർ ടാബ്ലറ്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണോ? ഈ ഒരു കമ്പാർട്ട്മെന്റില് നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതിയേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? 0, 1, 2, 3, 4 അല്ലേ? 5, 6, 7, 8, 9. ഓക്കെ, ഈ മെറ്റീരിയലിന്റെ പേര്
സ്പിൻഡിൽ ബോക്സ്. 10 കമ്പാർട്ട്മെന്റ്സ് നമുക്കുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ വുഡൻ റോഡ്സ് ഉണ്ട്. ഇതെല്ലാം വുഡ് കേട്ടോ, നാച്ചുറൽ വുഡാണ്. ശരിക്കും ഈ സാധാരണ ക്വാളിറ്റി കുറഞ്ഞ വുഡ് ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഫർണിച്ചറിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കുത്തു പോലെ തരി പോലെ വീഴുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ല, എല്ലാം നാച്ചുറൽ ആണ്. കൂടുതലും ഈ യൂറോപ്യൻ കൺട്രീസിൽ ഈ ബാംബുവിന്റെ ഫാമിലിയിൽ പെടുന്ന കുറേ വുഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഭയങ്കര ലൈഫായിരിക്കും അതിന്. തീ കത്തിച്ചാലൊന്നും പെട്ടെന്ന് നശിച്ചു പോകില്ല. കാരണം അവർ ബാംബൂലാണ് അവർ കുക്ക് ചെയ്യാറൊക്കെയുണ്ട്, തീയിൽ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഈ ഉള്ളു പൊള്ളയായതാണല്ലോ ബാംബു, ഹോളോ ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള വുഡൻ ഇതിൽ വരുന്നതാണല്ലോ ബാംബു. അതുപോലെ തന്നെ റീഡ്, അതെല്ലാം ആ ഒരു ഫാമിലിയിൽ പെടുന്ന ഉള്ളു പൊള്ളയായിട്ടുള്ള, അതിൽ നിന്നാണ് പല മെറ്റീരിയൽസും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നല്ല ക്വാളിറ്റിയിലെ പ്ലൈവുഡ്. ഓരോ മെറ്റീരിയലിന്റെ കേസും ആ കമ്പാർട്ട്മെന്റ്സും എല്ലാം കുട്ടികൾക്ക് ഓരോന്ന് പഠിക്കാനുള്ളതാണ്. നല്ല സ്മൂത്ത് ആണ്. പിന്നെ ചോദിച്ചത് എന്തായിരുന്നു? എനിക്ക് മെസ്സേജ് അടുത്ത് ചെന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. നെയിം എന്താണ്? ഓക്കെ ഞാൻ പറയാൻ വരുമായിരുന്നു. ഇത് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന സ്പിൻഡിൽ ബോക്സ് ആണ് കേട്ടോ. സ്പിൻഡിൽ ബോക്സ് നമ്മൾ ചെയ്യുമ്പോൾ നത്തിങ് ഉള്ള കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടും. 0 എന്ന് പറയുമ്പോൾ നത്തിങ്, ഇവിടെ ഒന്നും വെക്കണ്ട. സോ ആ ഒരു കൺസെപ്റ്റ് കിട്ടും. 1 വരുമ്പോൾ ഒരു സ്പിൻഡിൽ എടുത്തിട്ട് ആ 1 എന്നുള്ള കമ്പാർട്ട്മെന്റിൽ വെക്കും. കുട്ടി കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന് മുമ്പുണ്ട്, അത് ഇതിൽ ഏതിലോ ഇരിക്കുക. നെക്സ്റ്റ് 1ല് 2 എണ്ണം വെക്കും. ഇതിന്റെ ഷേപ്പ് ഒക്കെ അവരുടെ കുഞ്ഞു വിരലുകൾ കറക്റ്റ് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഈ സ്പിൻഡിൽ ബോക്സ് തന്നെ ലാർജും ഉണ്ട് കേട്ടോ. ഇത് സ്മോൾ ടൈപ്പ് ആണ്. വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ഒരു കയ്യിലിരിക്കുമ്പോൾ അതിന്റെ ഒരു വലിപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് നിലത്ത് വെച്ചിട്ട് അവർ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. അവർക്ക് ഫേസ് ചെയ്ത് നമ്പർ അവർക്ക് കാണാവുന്ന രീതിയിൽ ഫേസ് ചെയ്തിട്ടാണ് ഇതിൽ വെക്കുന്നത്. കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിടിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ് 1ല് 3 അങ്ങനെ പ്ലേസ് ചെയ്ത് 9 വരെയുള്ള കമ്പാർട്ട്മെന്റുകളിൽ അവർ സ്പിൻഡിൽസ് ഫില്ല് ചെയ്യും. ഓക്കെ, സ്പിൻഡിൽസ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഇനി ഇവരെങ്ങാനും തെറ്റിപ്പോവാണെന്ന് വിചാരിച്ചു, ഇത് നമുക്ക് കറക്റ്റ് നമ്പർ ആണുള്ളത്. അതായത് എല്ലാ ബോക്സിലും വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ കറക്റ്റ് നമ്പർ ആയിരിക്കും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഓരോ കമ്പാർട്ട്മെന്റിലെയും അവർ കൗണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ബാക്കി വന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് 1 കൗണ്ട് ചെയ്ത് വെച്ചപ്പോൾ 7 ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് മീൻസ് എവിടെയോ അവർക്ക് തെറ്റിയിട്ടുണ്ട്. അപ്പൊ അവര് വീണ്ടും അത് എടുത്ത് ഓരോ കമ്പാർട്ട്മെന്റിൽ എടുത്ത് കൗണ്ട് ചെയ്ത് നോക്കും. ഓക്കെ, അത് നമ്മൾക്കിപ്പോ മേ ബി ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഇത് ചെയ്യുമായിരിക്കും. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു ആക്ടിവിറ്റി. അതിന് ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ടോ അത്രയും സമയം ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും വലിയ ബോക്സ് ആയിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതെന്ന് തോന്നുന്നു. കാരണം കൈയിട്ട് തിരിച്ച് കൈകൊണ്ട് എടുത്ത് തന്നെ അവർ തിരിച്ചു വെക്കണം. അല്ലെങ്കിൽ പിന്നെ മാറ്റിൽ പതുക്കെ അവര് ഇങ്ങനെ വെച്ചിട്ട് എടുക്കണം. കാരണം നിലത്തേക്ക് വീട് പോരുത്. മാറ്റ് ആവുമ്പോൾ ഉരുണ്ടു പോകില്ല. കാരണം ഇതൊരു ഉരുണ്ടു പോകുന്ന ഷേപ്പ് ഉള്ളതാണല്ലോ. നമ്മൾ സാധാരണ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യും. ഫാനിന്റെ കാറ്റും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൂവ് ചെയ്യും. അപ്പൊ മാറ്റിലാവുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും. അതിന് യാതൊരു കേടുപാടും പറ്റില്ല. വന്നത് ഇങ്ങനെ ഒരു ബാഗിലാണ്. അപ്പൊ ഞാൻ ആ ബാഗിൽ തന്നെ അത് കീപ്പ് ചെയ്തു. അല്ലെങ്കിൽ അതിന് അത് ഇതായി പോകൂലേ. ബാഗ് എല്ലാം തന്നെ പ്യുവർ കോട്ടൺ ആട്ടോ, നാച്ചുറൽ ഫൈബർ ഉള്ള ക്ലോത്ത് തന്നെയാണ് എല്ലാം. യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഒന്നും അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറിജിനൽസ് തന്നെ വാങ്ങിയത്. കാരണം ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷെ എന്നാലും നമുക്കത് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 2 മിനിറ്റ്സ് തരണേ.
മാം ഒരു ഡൗട്ട്. ചോദിച്ചോളൂ, കേക്കാം. നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെക്കണം, അതെല്ലാം അറിഞ്ഞിരുന്നാ മതിയോ? ഈ പിങ്ക് ടവർ ഒക്കെ ഉണ്ടാക്കി ഇപ്പോ ഈ ബ്രൗൺ സ്റ്റെയർസും ഈ പറഞ്ഞ ഇതൊക്കെ നമ്മൾ കൈ വാങ്ങിക്കണോ, ഓൺലൈനിൽ വാങ്ങിക്കണോ? വേണ്ട വേണ്ട, നമ്മളൊരു സ്കൂള് തുടങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഇപ്പൊ പിങ്ക് ടവർ ഉണ്ടാക്കിയതെല്ലാം ഇതിന്റെ റിപ്ലിക്കയാണ്, ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ വുഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചാർട്ട് പേപ്പർ ആണെങ്കിൽ അത് അതിന്റെ റിപ്ലിക്ക മാത്രമാണ്. നമുക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ റിപ്ലിക്ക ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ടീച്ചിങ് പ്രാക്ടീസിന്. അപ്പൊ അവിടുത്തെ മാഡം പറഞ്ഞെന്ന് വെച്ചാല് അവിടുത്തെ സിലബസിൽ തന്നെ എടുത്തു പോണെന്നാണ്. തന്നിട്ടില്ല, ഇനി ഏത് ദിവസം പോണം. അപ്പൊ മിക്കതും മറ്റേ ചെറിയ നമ്മളിപ്പോ പഠിക്കുന്നതൊക്കെ തന്നെയാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ. എന്താ പറയാ, അതേ സാധനങ്ങൾ നമ്മള് ഉണ്ടാക്കി എങ്ങനെ ചെയ്യണ്ടേ? എങ്ങനെ നമ്മൾ പഠിക്കുന്ന മനസ്സിലായില്ല. അല്ല, ഇപ്പൊ നമ്മള് ഈ കാര്യങ്ങളൊക്കെയാണല്ലോ പഠിക്കുന്നത്. പക്ഷെ അവരുടെ സിലബസിൽ എടുത്തു പോകണമെന്നാണ് അവിടുത്തെ ഒരു സിസ്റ്ററിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മഠത്തിന്റെ. അപ്പൊ അവര് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ അവര് പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവരോട് സിസ്റ്റർ പറഞ്ഞ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് തരാന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാല് വലിയ പണിയെടുക്കണ്ടല്ലോ. അപ്പൊ എനിക്ക് എനിക്ക് ഇങ്ങനെയുള്ള ചോദിക്കാൻ എന്താ ചെയ്യേണ്ടേ, എനിക്ക് മടി വരും. ഇങ്ങനെ സാധനങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ പറയണോ? ഇല്ല, അവരോട് സിലബസ് ചോദിക്കാം. എന്തായാലും KG-യിലെ കുട്ടികളല്ലേ, KG-യിലെ കുട്ടികളാകുമ്പോ അവർക്ക് ബേസിക് മാത്സ് ആണെങ്കിൽ ബേസിക് മാത്സിൽ കൗണ്ടിങ് എന്തായാലും ഉണ്ട്, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒക്കെ ഉണ്ട്. നമ്മളുടെ സ്ട്രിങ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, നമ്മൾക്ക് അത് കൊണ്ടുപോകാലോ. അവരുടെ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നല്ലേ ഉള്ളൂ. നമ്മൾ കൗണ്ടിങ് പഠിപ്പിക്കുന്നു, ബീഡ്സ് യൂസ് ചെയ്ത് കൗണ്ടിങ് പഠിപ്പിക്കാലോ അല്ലെ. അതുപോലെ തന്നെ പിന്നെന്താ, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ അതും നമുക്ക് ചെയ്യിക്കാം. ബീഡ്സ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യിക്കാം. കൊണ്ടുപോകുമ്പോ ബീഡ് സ്ട്രിങ് തന്നെ കൊണ്ടുപോകണം. ലൂസ് ബീഡ്സ് ഒരു കാരണവശാലും കൊണ്ടുവരുത്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇത്രയും കുട്ടികളുടെ കാര്യം. അവർ മൂക്കിലോ വായിലോ എടുത്തിട്ട് അങ്ങനത്തെ ഒരു ഡേഞ്ചർ സോൺ ആക്കി വെക്കരുത്. നല്ല സെക്യൂർ ചെയ്ത് ബീഡ് സ്ട്രിങ് തന്നെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ ബീഡ്സ് ഫ്രെയിം ഉണ്ടാക്കുക ഏതെങ്കിലും ഇതിലേക്ക്, ഒന്നല്ലെങ്കിൽ ടോയിൻ വെച്ചിട്ട് അതിൽ ബീഡ്സ് അത് വെച്ച് കുട്ടികളെ കൗണ്ട് ചെയ്യിക്കാം. അവരുടെ സിലബസ് അനുസരിച്ച് സബ്ജക്ട് പഠിപ്പിച്ചാൽ മതി എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബാക്കി എന്തായാലും നമ്മളിപ്പോ ഒരു CBSE സ്കൂളിലൊക്കെ പോകുമ്പോൾ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും എല്ലായിടത്തും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മിക്ക CBSE-ക്കാരും മോണ്ടിസോറി ടീച്ചേഴ്സിനെ KG സെഷനിലേക്ക് എടുക്കുന്നത്. കാരണം മിക്സ് ചെയ്ത് പഠിപ്പിക്കും. ആസ് യൂഷ്വൽ ഹോംവർക്സ് ഉണ്ടാകും, അവരെ കൊണ്ട് എഴുതിപ്പിക്കും. 2 ലൈൻ 4 ലൈൻ ഒക്കെ എഴുതിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ബേസ് വെച്ചിട്ടായിരിക്കും എല്ലാം ചെയ്യിക്കുന്നത് കേട്ടോ. അല്ല മാം, പിന്നെന്ന് വെച്ചാലേ നമ്മള് ക്ലാസ് റൂമിൽ ഇതൊക്കെ ചെയ്യുമ്പോന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ടേബിളില് മാറ്റ് വെച്ചിട്ട് ചെയ്യിക്കുന്നോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? പിള്ളേരെ നമ്മൾ അടുത്തിരുത്തി ചെയ്യിക്കണോ? അങ്ങനെയാണോ? ഇത് ഇത്രയും കട്ടിയുള്ള മാറ്റ് വേണ്ട, അല്ലാതെ ചെറിയ ചെറിയ നാപ്കിൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലതൊക്കെ ഉരുണ്ടു പോവുമല്ലോ. ഉരുണ്ട എന്തെങ്കിലും റോൾ ചെയ്ത് പോകുന്ന ടൈപ്പ് ഷേപ്പിലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ സെക്യൂർ ആയിട്ട് വെക്കാൻ നമുക്ക് മാറ്റ് തന്നെയാണ് നല്ലത്. എനിക്ക് ഒരു ദിവസം LKG 1 hour, UKG 1 hour അങ്ങനെ തരാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെയും ഒരു ക്ലാസ്സിലെ സ്ട്രെങ്ത് എനിക്കറിയില്ല, എങ്ങനെയും ഒരു 20 പിള്ളേർക്ക് മേലെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈം എടുക്കുന്തോറും. എന്നോട് നെക്സ്റ്റ് വീക്ക് കയറിക്കോ. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, അപ്പൊ ജൂണിൽ തൊട്ട് കയറിക്കോളാന്ന് പറഞ്ഞു. കാരണം എനിക്ക് അന്നേരം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അല്ല, ഇപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ആയി വരുന്നുണ്ട് ക്ലാസ് കാണുമ്പോ. അത് ഫസ്റ്റ് ഡേ ചെല്ലുമ്പോ തന്നെ നമ്മളങ്ങ് ശരിയാകും, ആ മേർജിങ് വരും. അതൊരു കുട്ടികളുമായിട്ടൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു സമയമുള്ളൂ. പിന്നെ അതങ്ങ് ശരിയാവും. എല്ലാരും ഇത് തന്നെയാ പറയുന്നത്, ടെൻഷനാണ്. പക്ഷെ ഫസ്റ്റ് മോർണിംഗ് പോകുമ്പോ ഈ ടെൻഷൻ പറയും, വൈകുന്നേരം വരുമ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ അങ്ങ് ശരിയാവും. ഓക്കെ, നെക്സ്റ്റ് ബീഡ് സ്ട്രിങ് ആണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ബീഡ് സ്ട്രിങ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് കളർ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ബീഡ് സ്ട്രിങ്ങില് ഓരോ നമ്പറും ഓരോ കളർ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 10 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. 1 തുടങ്ങി
10 വരെയുള്ള ബീഡ് സ്ട്രിങ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് കറക്റ്റ് കമ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബോക്സ് ഒക്കെ നോക്കിക്കോളൂ. ഇതിന്റെ ഇത് ക്ലോസ് ചെയ്യുന്ന ലിഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇതിനകത്തേക്ക് വെക്കാൻ പറ്റുന്നതും അവർക്ക് പതുക്കെ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിഡാണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്. ഈസിലി അവർക്ക് അത് എടുക്കാം. ആ രീതിയിൽ വരുന്നൊരു ലിഡാണ്. നമുക്കിങ്ങനെ ചെറിയൊരു ഫ്ലാപ്പ് പോലെ ടൈറ്റ്ലി പാക്ഡ്, ഭയങ്കര ബലം പ്രയോഗിച്ച് തുറക്കുക അങ്ങനെയൊന്നും ഒരെണ്ണത്തിനും ഇല്ല. അപ്പൊ ഫസ്റ്റ് 1 എന്നുള്ള സ്ട്രിങ് ഒരു റെഡ് കളറിലുള്ള സ്ട്രിങ് ആണ് കേട്ടോ. 2 ഗ്രീൻ വരുന്നുണ്ട്. അങ്ങനെ 10 വരെയും ബീഡ് സ്ട്രിങ്സ് 10 യൂണിറ്റ്സ് ഉണ്ട്. ഓരോന്നും 10 എണ്ണം വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഡ് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് നമുക്കിത് കൗണ്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബീഡ് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യിക്കാം. അപ്പോ ഈ വന്ന മെറ്റീരിയൽസിൽ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു, ലൈക്ക് ഇതിന് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, സ്ട്രിങ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് 2 സൈഡും സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കത് മൂവ് ചെയ്ത് ഒരെണ്ണം നീക്കി അടുത്ത അതിന്റെ അടുത്തേക്ക് അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റില്ല. അതേസമയം നമ്മൾ തൊട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ വിഷ്വൽ അത് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇത് ഞാൻ കൗണ്ട് ചെയ്തോ എന്നൊരു ഡൗട്ട് വരും, അപ്പൊ ഒരു മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതെല്ലാം തന്നെ ഇച്ചിരി ലൂസ്ലി പാക്ഡ് ആണ്. അപ്പൊ എനിക്ക് ഒരെണ്ണം മാറ്റി മാറ്റി ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരല്പം ഒന്ന് ലൂസ് ആക്കിയിട്ട് ഇതിനെ 2 എൻഡും സെക്യൂർ ചെയ്യും. ഓക്കെ, അപ്പൊ കൗണ്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് പല കളേഴ്സ് ആയതുകൊണ്ട് അതിന്റെ ക്രൊമാറ്റിക് സെൻസ്, ആ കളറ് കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് കളർ വെച്ചിട്ട് ഏത് നമ്പർ ഏത് കളറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം 7 വൈറ്റ് ആണേ. അപ്പൊ 7 എന്നുള്ള നമ്പർ പറയുമ്പോൾ വേഗം തന്നെ വൈറ്റ് തന്നെ എടുക്കും ആള്. നമുക്കൊരു ബീഡ് സ്റ്റെയർ ഉണ്ട്, അത് ഇതിന്റെ ഇടയിൽ എവിടെ പെട്ടിരിക്കുക, അതും കൂടെ പ്ലേസ് ചെയ്ത് അവർ വെക്കുമ്പോൾ ഓരോ കളറിനും ഓരോ നമ്പറിനും ഓരോ കളർ വെച്ചിട്ട് അവരത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഈ ഒരു ഇത് ചെയ്യുന്നു. ഇനി നമ്മളിത് ആഡ് ചെയ്യുവാണെങ്കിൽ, ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അഡീഷൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്പർ നല്ലപോലെ ഫെമിലറൈസ് ആയിട്ടുണ്ടാവണം. കൗണ്ടിങ് നന്നായി അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അഡീഷൻ എന്നുള്ള ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് മോണ്ടിസോറി എൻവയോൺമെന്റ് ആകുമ്പോൾ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. പക്ഷെ നമുക്ക് ഏജ് വയസ്സ് എല്ലാ ആക്ടിവിറ്റിയും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പോ 4 വയസ്സുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നമ്പർ ഐഡന്റിഫിക്കേഷനും കൗണ്ടിങ്ങും കഴിഞ്ഞു. ആ കുട്ടിയെ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുപോകാം. അതേസമയം 5 വയസ്സായ ഒരു കുട്ടിക്ക് ചിലപ്പോൾ നമ്പർ കറക്റ്റ് അവനായിട്ടില്ല, കൗണ്ടിങ്ങും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവൻ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ടേ നമുക്ക് കുട്ടിയെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈവൻ ദോ നമ്മൾ പറയും ഫ്രീഡം, കുട്ടിക്ക് എന്ത് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാലും ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ഈ ഓരോ സ്റ്റെപ്പും ഓരോന്ന് കഴിഞ്ഞ് അടുത്തയിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ആഡ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പേപ്പറിൽ 2 + 3 ആഡ് ചെയ്യാനാണെങ്കിൽ നമ്മളൊരു പേപ്പറിൽ 2 + എന്നുള്ള സൈൻ 3 വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് മാർക്കർ കൊണ്ടാണ് കൂടുതലും നമ്മൾ എഴുതാറ്. കാരണം അവർക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു ഇംപ്രഷൻ കിട്ടാൻ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട്. നമ്മുടെ പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ ബ്ലാക്കില് വൈറ്റ് വന്നു. അതും നമ്മളുടെ ആ ഒരു കണ്ണ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പിന്നെ വൈറ്റ് ബോർഡ്സ് ഇറങ്ങി, മാർക്കർ പെൻസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഡസ്റ്റ് ഒഴിവാക്കാനായിട്ട്, ചോക്കിന്റെ ഡസ്റ്റ് ഒഴിവാക്കാനായിട്ട് വൈറ്റും ഒക്കെ ഇറങ്ങിയല്ലേ. അപ്പൊ വൈറ്റ് ബോർഡ് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ വൈറ്റില് ബ്ലാക്ക് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബ്ലൂവും റെഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് അവരത് ശ്രദ്ധിക്കും. അപ്പൊ നമ്മളൊരു പേപ്പറിൽ 2 + 3 = 2 എന്ന് എഴുതും. എഴുതിയിട്ട് കുട്ടിയോട് അത് ചെയ്യാനായിട്ട് പറയും ഈ ബീഡ് സ്ട്രിങ് വെച്ചിട്ട്. കുട്ടി 2 കൗണ്ട് ചെയ്തെടുക്കും. ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം പെട്ടെന്ന് 2 പിക്ക് ചെയ്യായിരിക്കും. കുട്ടി 2 എന്നുള്ളത് കൗണ്ട് ചെയ്ത് 2 എടുക്കും. എന്നിട്ട് ഇവിടെ മാറ്റില് പ്ലേസ് ചെയ്യും. നമുക്കൊരു പേപ്പറിൽ വേണമെങ്കിൽ പ്ലസ് സിമ്പിൾ മാത്രമായിട്ട് എഴുതിയിട്ട് അതിന്റെ അടുത്ത് വെക്കാം. 2 + 3 അല്ലേ പറഞ്ഞേ. അടുത്തതും എടുത്ത് കൗണ്ട് ചെയ്യുന്നു. 1 2 3. എന്നിട്ട് 2 + 3 വെക്കും. പ്ലസ് സൈൻ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. = സൈനും ഇവിടെ വെക്കാം. ഇനി കുട്ടി ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യും. 1 2 3 4 5 എന്ന് കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യും. അപ്പൊ 5 എന്ന് ആൻസർ കിട്ടി. അപ്പൊ 5 വരുന്ന ബീഡ് കൗണ്ട് ചെയ്തെടുക്കും.
1 2 3 4 5 അതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വെക്കുന്നത്. ഓക്കെ, 2 + 3. ഇതിപ്പോ ചെറിയ നമ്പർ ആയിരുന്നു. ഇപ്പൊ 7 + 5 ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. 7 + 5 ചെയ്യുമ്പോൾ സെവൻ എടുത്തു. 7 5 കുട്ടി കൗണ്ട് ചെയ്തെടുക്കും കേട്ടോ. ഞാനിപ്പോ പെട്ടെന്ന് എടുത്തുന്നേ ഉള്ളൂ. ഇവിടെ പ്ലസ് സൈനും ഇവിടെ ഈക്വൽ ടു സൈൻ വെക്കുക. കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യും. കൗണ്ട് ചെയ്യുമ്പോഴേക്കും 15 കിട്ടും അല്ലെ. നമുക്ക് 10 വരെ ബീഡ് സ്ട്രിങ് ഉള്ളൂ, 15 വേണം അല്ലെ. 15 കിട്ടാനായിട്ട് അവര് കോമ്പിനേഷൻസ് യൂസ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ സിമ്പിൾ നമ്പേഴ്സ് ആയിരിക്കണം കൗണ്ട് ചെയ്യാൻ കൊടുക്കുന്നത്. അങ്ങനെ സിമ്പിൾ ചെയ്ത് വരുമ്പോൾ 10നേക്കാൾ കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള നമ്പേഴ്സ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കണം. 10നേക്കാൾ കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യണം. അപ്പൊ ഇപ്പം 7 + 5 12 എന്ന് കിട്ടി അല്ലെ. ഞാൻ 15 എന്നാണോ പറഞ്ഞത്? 12 എന്ന് കിട്ടി. ഓക്കെ, 12 എന്ന് വരുമ്പോഴേക്കും കുട്ടിക്ക് അറിയാം 10 അറിയാം. 10 മാക്സിമം അറിയാമായിരിക്കും. അപ്പൊ 10ന്റെ കൂടെ 2 ബീഡ്സും കൂടെ വരണം. അപ്പൊ 10 11 12 എന്ന് വരുന്ന രീതിയിൽ 2 എടുക്കും. കുറെ കുട്ടികൾ ചെയ്ത് കഴിയുമ്പം അവര് 9ഉം 3യുടെയും കോമ്പിനേഷൻസ് വെക്കും. പിന്നെ 8ഉം 4 വെക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പൊ 10ന്റെ കൂടെ അവർ ആഡ് ചെയ്തായിരിക്കും ആദ്യം നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കുന്നത്. ഇനി 13 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ 10 എടുക്കും, 3 എടുക്കും. അപ്പൊ ആ രീതിയിൽ അവരത് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് സ്നേക്ക് ഗെയിം എന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കാം. അതൊന്നുമില്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നല്ലേ നമ്മൾ പറഞ്ഞത്. 5 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് 2 + 3 + 5 + 6 ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. 2+ ഞാൻ ആ ഓർഡർ തന്നെ എടുക്കുകയാണ്. 2 + 3 + 4 + 5 എന്നുള്ള 4 നമ്പേഴ്സ് എടുക്കുവാണെന്ന് വിചാരിച്ചു. അവരാദ്യം 2 എന്നുള്ള ബീഡ് എടുക്കും. 2 വെച്ചു. ഒരു സ്നേക്കിനെ പോലെ വയ്ക്കും. അവർക്കൊരു ഗെയിമും കൂടിയാണ്. 2 നെക്സ്റ്റ് 3 അതിനോട് ചേർത്ത് വെച്ചു. നെക്സ്റ്റ് 4 നെക്സ്റ്റ് 5. ഇങ്ങനൊരു സ്നേക്ക് ഇരിക്കുന്ന പോലെ ഇങ്ങനെ വെക്കും. ഇത് വെച്ചിട്ട് ഇവർ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് 2 ബീഡ് സ്ട്രിങ് വന്നില്ലേ, അതിനെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് പകരം, അതായത് ആ സ്നേക്കിനെ ചെറുതാക്കുക. അതിന് പകരം 5 എന്നുള്ള സ്ട്രിങ് എടുത്തിട്ട് ഇത് രണ്ടും മാറ്റിയിട്ട് അവിടെ 5 വെക്കും. നെക്സ്റ്റ് ഈ 2 സ്ട്രിങ്സ് ആഡ് ചെയ്യും. മിസ് ചെയ്യുന്നത് ഫ്രെയിമിൽ കാണുന്നില്ല മിസ്സേ, ഒരു ഇത്തിരിയേ കാണുന്നുള്ളൂ, ഇടതുഭാഗമേ കാണുന്നുള്ളൂ. ഇപ്പോഴോ എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്ക് മാത്രമാണോന്നറിയില്ല, 2 ബീഡ്സേ കാണുന്നുള്ളൂ. ഒരു വാല് ഭാഗം കാണുന്നു. സൈഡ് ഇത്തിരി കൂടി സൈഡ് ഇങ്ങോട്ട് നീങ്ങണമായിരുന്നു. ഈ മൈക്ക് വെച്ച് ആ സൈഡിലോട്ട് നീങ്ങണം. ഈ ഇപ്പുറത്തൊരു പലക അവിടോട്ട് ആ ബീഡ്സ് നീങ്ങണം. ഓക്കെ, ഒരു മിനിറ്റ്. നമ്മുടെ സ്ക്രീനിൽ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ? എന്നാലും മതി. പക്ഷെ എനിക്ക് കാണുമ്പോഴുണ്ടല്ലോ സ്ക്രീൻ ഫുൾ ഞാനിങ്ങനെ കാണുവാ. ഇത് ആ ഒരു ബോക്സ് ഇപ്പൊ 3 കാണാം. 3 വരെ കാണാം. ഒരു ബോക്സിന്റെ എൻഡ് അവിടെ വരെ കാണാം. 3 ബീഡ്സ് കാണാം. ഈ 3 ബീഡ്സും കാണാലോ, അത്രേ ഞാൻ വെച്ചിട്ടുള്ളൂ. കാണാം. സൂം ഔട്ട് ചെയ്താൽ മതിയാവും. അതെ, എനിക്ക് സ്ക്രീനിൽ എല്ലാം മുഴുവനും കാണാം, ഈ ടേബിൾ മുഴുവനും കാണാം. ഓക്കെ, സ്നേക്ക് ഗെയിം അങ്ങനെയാണ്. അപ്പൊ 4 5 നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 ബീഡ് സ്ട്രിങ്ങിനെ ഒരുമിച്ചാക്കിയിട്ട് ഒറ്റ ബീഡ് സ്ട്രിങ് ആക്കും. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്നേക്ക് ഗെയിം ചെയ്യുന്നത്. ഓക്കെ, ചെറുതാക്കിയിട്ട് ലാസ്റ്റ് ഒരുമിച്ച് കൗണ്ട് ചെയ്യും. ഇവിടെ നിന്ന് ഞാൻ എടുത്തതാണ്, ഞാൻ മറന്നുപോയി എന്താ ഉണ്ടായത്. ഇതിനെ 2നെയും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യും. ഇത് 4ഉം 5ഉം ആണ്. 4ഉം 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് 9 കിട്ടും. അപ്പൊ 9 പ്ലേസ് ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യും. ഈ 2 കൂടെ കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യും. ഇത് കിട്ടുന്ന ആൻസർ ആ പേപ്പറിൽ കുട്ടിയെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കും. അപ്പൊ വലിയ നമ്പേഴ്സിന്റെ പഠിച്ചിട്ടുണ്ടാവണം, എന്നാൽ മാത്രമാണ് നമുക്ക്, അതായത് 10നേക്കാൾ കൂടുതൽ ഉള്ള നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവണം, എന്നാൽ മാത്രമാണ് നമുക്ക് സ്നേക്ക് ഗെയിം ചെയ്യിക്കാൻ പറ്റുള്ളൂ. കാരണം വലിയ നമ്പർ ആണല്ലോ ആൻസർ കിട്ടുന്നത്.
ബീഡ് സ്ട്രിങ് ഒരുവിധം ഈ മനസ്സിലായി, ബീഡ് സ്ട്രിങ് മനസ്സിലായില്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, പല പല കളറിൽ ബീഡ് സ്ട്രിങ് ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും. വൈറ്റ് ഉണ്ട്, ബ്രൗൺ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, യെല്ലോ, പിങ്ക്, ഗ്രീൻ, റെഡ്, വയലറ്റ്, ഗോൾഡൻ ബീഡ്. മറിയം മോണ്ടിസോറിയുടെ ഫേവറേറ്റ് കളറാണ് ഗോൾഡൻ ബീഡ്. ഓക്കെ, ഇതാണ് ആ ബോക്സ്. വളരെ ഫൈൻ ആണ്. ഇത് സിഗിൻ ബോർഡാണ്. മോണ്ടിസോറി സ്കൂളില് ഇതിന്റെ 2, 3, 4 സെക്സ് ഉണ്ടാവും. കാരണം ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഒറ്റ സിഗിൻ ബോർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. 2 സെറ്റ് എങ്കിലും കൊടുക്കണം, എന്നാൽ മാത്രമാണ് അവർക്ക് ഫുൾ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ 10 വരെ ഉള്ളതിന് ഇപ്പൊ സ്പിൻഡിൽ ബോക്സ് പറഞ്ഞു, ആ ഒരു ചെറിയ ചെറിയ റോഡ്സ് ഇങ്ങനെ കമ്പാർട്ട്മെന്റിൽ ഇടുന്നത്. പിന്നെ നമ്മൾ ബീഡ്സിന്റെ പറഞ്ഞു 10 നമ്പേഴ്സിന്റെ കാര്യത്തില്. ഇനി നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നത് 99 വരുന്നത് 10 തുടങ്ങിയിട്ട് 99 വരെയുള്ള നമ്പേഴ്സിനെ എങ്ങനെ കുട്ടിക്ക് ഫെമിലറൈസ് ചെയ്ത് കൊടുക്കാം, അതിന് യൂസ് ചെയ്യുന്നതാണ് സിഗിൻ ബോർഡ്സ് കേട്ടോ. അതിന്റെ കേസ് എല്ലാം വുഡൻ ആണ്. നിങ്ങൾക്ക് വന്ന് ഇത് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഒരു ക്വാളിറ്റി. സിഗിൻ ബോർഡില് കണ്ടോ, ടെൻസ് ആണ്. ഒരു ബോർഡിൽ കംപ്ലീറ്റ് വരുന്നതെല്ലാം ടെൻസ് ആണ്. ഇതും അങ്ങനെ തന്നെ ടെൻസ് ആണ് കേട്ടോ. ഇതിലും ടെൻസ് ആണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് 11 വേണം, 12 വേണം, അങ്ങനെ നമ്പേഴ്സ് വേണമെങ്കിൽ 10 കുട്ടിക്ക് കാണുന്ന നമ്പേഴ്സ് എല്ലാം 10 ആണ്. നമ്മളിവിടെ പ്ലസ് സൈൻ വെക്കും. എന്നിട്ട് 1 പ്ലസ് സൈൻ വെച്ചിട്ട് 1 ദെൻ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും 11. 10 പ്ലസ് 1 11 എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. നെക്സ്റ്റ് പ്ലസ് സൈൻ വെച്ചിട്ട് 2 അതിനടുത്ത് വെക്കും. ഇത് മാറ്റിൽ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്, കാണാൻ എളുപ്പത്തിന് ഞാനൊന്ന് വെച്ചു എന്നേ ഉള്ളൂ. 10 പ്ലസ് 2 12. അഗെയിൻ 3, അങ്ങനെ 13. 10 പ്ലസ് 3 13. ദെൻ 14 15. 10 വരെയുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ മറ്റതിലെല്ലാം പഠിച്ചു കഴിഞ്ഞു. ബാക്കി 11 തുടങ്ങി വന്നു, 15 ആയി. 10 പ്ലസ് 6 16. 17 18 19. 11 തുടങ്ങി 19 ആയി. ഓക്കെ, 11 തുടങ്ങി 19 വരെയുള്ള നമ്പേഴ്സ് ആയി. ഇനി 2 ഇവിടെ വയ്ക്കുമ്പോൾ 20. അതുകൊണ്ടാണ് ഞാൻ പറയണത് 2 സെറ്റ് വേണമെന്ന്. നമുക്ക് ഇനി ഒരു 2 ഉണ്ടെങ്കിലാണ് 21 22 അങ്ങനെ 21 കൊടുക്കാം. 22 വേണമെങ്കിൽ നമുക്ക് ഒരു 2 കൂടെ വേണം അല്ലെ. അതുകൊണ്ടാണ് പറഞ്ഞത് മോണ്ടിസോറി സ്കൂളിലാകുമ്പോൾ കുട്ടിക്ക് നമ്മൾ 2 സെറ്റ്സ് പ്രൊവൈഡ് ചെയ്യും, എന്നാൽ മാത്രമാണ് ഒരേ ഡിജിറ്റ് വരുന്നത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 22 23 33 44 ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് 2 സെറ്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരു 99 വരെ ഇത് വെച്ചിട്ട് പഠിക്കും. സിഗിൻ ബോർഡാണ്, SUGUIN സിഗിൻ ബോർഡ്. ഓക്കെ, ബോർഡ് ഇതാണ്. ഈ ലെറ്റേഴ്സ് എല്ലാം മൂവബിൾ ആയതുകൊണ്ട് മീൻസ് നമ്മൾ ഇപ്പൊ 10 പ്ലസ് 1 11 ആക്ടൻ 1 മൂവ് ചെയ്യുന്നു. അപ്പൊ അതാവുന്നുണ്ട് ഇവർക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് വന്നാലും ഇവർക്ക് അത് മാറ്റി ചെയ്യാനായിട്ട് പറ്റും. അതേസമയം എഴുതുമൊക്കെ ആണെങ്കിൽ വെട്ടുക മാറ്റുക അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു, നമ്മൾ തന്നെ എഴുതുമ്പോൾ വെട്ടേണ്ട വരുമ്പോൾ നമുക്കൊരു ഓ ഫീൽ അല്ലേ, വല്ലാണ്ട് ഇത് വെട്ടേണ്ട വന്നല്ലോ അങ്ങനത്തെ ഒരു ഇത്.
ഇങ്ങനെ മൂവബിൾ ആവുമ്പോൾ, അത് മാത്സിലാണെങ്കിലും ലാംഗ്വേജ് ഏരിയയിലാണെങ്കിലും ആൽഫബറ്റ്സ് മൂവബിൾ ആവുമ്പോൾ, ഇപ്പം ബോയ് എന്നുള്ളത് കുട്ടി BOY വെച്ചു, ഫോണിറ്റിക് സൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഓക്ക് പകരം U വെച്ചു. ദെൻ അവർക്ക് സൗണ്ട് കേൾപ്പിക്കുമ്പോൾ അതല്ല ലെറ്റർ എന്ന് മനസ്സിലാകുമ്പോൾ അവർ തന്നെ അത് മാറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ സമയം എഴുതിയത് മായ്ക്കുക, വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ്, അത് മായ്ക്കേണ്ട വന്നു. ഈവൻ എത്ര പ്രായമായാലും നമുക്ക് ഉള്ള ഫീലാണത്. വെട്ടിക്കളയുക അല്ലെങ്കിൽ ആ പേപ്പർ കീറിക്കളയുക, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും വല്ലാത്തൊരു അവസ്ഥയല്ലേ. കുട്ടികൾ ഇനീഷ്യലി ഇങ്ങനെ പഠിച്ച് അവർക്ക് അത് ബേസ് കറക്റ്റ് ആയി കഴിയുമ്പം അവർക്കത് പിന്നെ മിസ്റ്റേക്ക് ഒന്നും വരില്ലല്ലോ. തുടക്കത്തിലേ ചെറു പ്രായത്തിൽ തന്നെ അവർക്കൊരു വെട്ട് ഒരു മായ്ക്കലൊക്കെ വരുമ്പോഴേക്കും അതൊരു അസ്വസ്ഥതയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സ്വിഗിൻ ബോർഡാണ്. ഇപ്പം 2 ഡിജിറ്റ്സ് വരുമ്പം ഇതാണ് അവർ പഠിക്കുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ വലിയ യൂണിറ്റ്സ്, അതായത് 10, 20, 30, 40, 50 അതൊക്കെ ഇതിനകത്ത് വന്നു. ഈ 100, 200 അങ്ങനെയുള്ള യൂണിറ്റ്സിനെ കുട്ടികൾക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. ഞാൻ മാത്രം ഉള്ളത് കൊണ്ട് കേട്ടോ എല്ലാം ഞാൻ തന്നെ പറക്കി വെക്കണം. അപ്പൊ പിന്നെ നിങ്ങളും കുറച്ചും ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മളിത് അത്രയും റെസ്പെക്ട് ചെയ്യണം മെറ്റീരിയൽസ്, നല്ല രീതിയിൽ തന്നെ ഇതിനെ തിരിച്ചു വെക്കണ്ടേ. നമ്മൾ ചെയ്ത് കാണിക്കുന്ന കണ്ടിട്ടാണ് കുട്ടികൾ ചെയ്യുക. അപ്പൊ നമ്മൾ അതുപോലെ സൂക്ഷിച്ചു കൊണ്ടുവെക്കുമ്പം അവരും അത് തന്നെ ഫോളോ ചെയ്യും. മറിയ മോണ്ടിസോറിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗോൾഡൻ ബീഡ് യൂണിറ്റ്സ്. ഇതൊരു കവറിലാണ് ഇരിക്കുന്നത്. കാരണം സിംഗിൾ ബീഡ്സ് ആണ്, ഓരോന്ന് വൺസ്. നെക്സ്റ്റ് 10 സ്ട്രിങ്, ടെൻസ്. കാണാമോ? മിസ് അതിന്റെ പേരൊന്നുകൂടെ പറഞ്ഞ. ഗോൾഡൻ ബീഡ് യൂണിറ്റ്സ്. നമ്മള് വൺസ്, ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. വൺസ് ഓരോ കമ്പാർട്ട്മെന്റിലായിട്ടാട്ടോ ഓരോന്നിരിക്കുന്നത്. ടെൻസ് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റില്. അങ്ങനെ ടെൻസ് എത്ര ഉണ്ടാവും അറിയോ? എത്ര സ്ട്രിങ് ഉണ്ടാവും ടെൻസ് ആ യൂണിറ്റ്സില്? 9 ആയിരിക്കുമോ? 9 ആയിരിക്കും. നമുക്ക് 90 വരെ മതി. 100ന് അടുത്ത സെറ്റ് ആണ്. ഓക്കെ, വൺസിലും 9 സിംഗിൾ ബീഡ്സ് ആയിരിക്കും. ടെൻസ് വന്നപ്പം 9 ടെൻസ്, അതായത് 90 വരെ. ഒരെണ്ണം വെച്ചപ്പോ 10, 20, 30, 40, 50, 60, 70, 80, 90 അങ്ങനെ 9 പീസസ് ആണ് ടെൻസിൽ വരുന്നത്. അങ്ങനെയുള്ള ടെൻസിനെ 10 ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്തേക്കണേത് ഒരു ഷീറ്റ് പോലെ. 10 ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്തേക്കുക. അപ്പൊ ടോട്ടൽ 100 ബീഡ്സ് ഉണ്ട് അതിനകത്ത്. ഇത് ഹൺഡ്രഡ്സ് ആണ്. അങ്ങനെയുള്ള 2 വരുമ്പോ 200, 3 ആയപ്പോ 300. ഇത് എത്ര വരെ ഉണ്ടാവും? അതും 9 മാർക്ക്. അതും 9 പീസസ് ആണ്. 900 വരെ നമുക്കുണ്ടാവും. 9 പീസസ് ഉണ്ട്. 900 ആണ് 9 പീസസ്. അടുത്തത് ഒരു ലെയർ 10 പീസിന്റെ ടെൻസിന്റെ സ്ട്രിങ് 100 ആയി. രണ്ടാമത്തെ ലെയറിലും അതുപോലെ തന്നെ. അങ്ങനെ 10 ലെയർ ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്ത് സേഫ് ആക്കി വെച്ചേക്കുവാണ് ഒറ്റ യൂണിറ്റ് ആയിട്ട്, ഒരു ക്യൂബ് ഷേപ്പ്. എത്ര വരും? 1000. അങ്ങനെയാണ് ഹയർ യൂണിറ്റ്സ് കുട്ടികളെ മനസ്സിലാക്കാനായിട്ട്. ഗോൾഡൻ ബീഡ് യൂണിറ്റ്സ്. ഓക്കെ, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, ദെൻ 1000. അങ്ങനെ 4 കമ്പാർട്ട്മെന്റിലായിട്ടാണ് അതിരിക്കുന്നത്. വൺസ്, ടെൻസ് 9 പീസ് ഉണ്ട് 10ന്റെ. ഹൺഡ്രഡ്സ് 9 പീസ് ഉണ്ട് 100ന്റെ. പിന്നെ 1000 10 പീസസ്. 100ന്റെ ഓരോ 100ഉം 10 പീസസ് വെച്ചിട്ടുണ്ട്. അതൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഇതിപ്പോ ഒരു ക്യൂബ് ഷേപ്പ് ആണ്. സെയിം ഇതുപോലെ തന്നെ നമുക്ക് പിരമിഡ് നമുക്കറിയാലോ. താഴെ ഇങ്ങനെ സ്ക്വയർ പോലെ ഇരിക്കും. അതിന്റെ ആ സ്ക്വയറിന് 4 എഡ്ജ് ഉണ്ടാവുമല്ലോ അല്ലെ. 4 എഡ്ജിൽ നിന്നും 4 ട്രയാങ്കിൾസ് മുകളിലേക്ക് ചെന്ന്
ജോയിൻ ചെയ്തേക്കുക. അതല്ലേ പിരമിഡ്, ഈജിപ്ഷ്യൻ പിരമിഡ് ഇരിക്കുന്ന അങ്ങനെയല്ലേ? സെയിം അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ബീഡ് പിരമിഡ് ഉണ്ട്. ഞാൻ ആ ഷേപ്പ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാൻ, ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. പിരമിഡിന്റെ ഷേപ്പ്, താഴെ സ്ക്വയർ പോലെ ബേസ്, അതിന്റെ 4 സൈഡിൽ നിന്നും 4 ട്രയാങ്കിൾസ്. ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീഡ് സ്റ്റെയർ പോലെ ഇരിക്കും. ആ ട്രയാങ്കിളില് 1 തുടങ്ങി 10 വരെയുള്ള, മുകളിൽ 1 ആയിരിക്കും, 1 തുടങ്ങി 10 വരെയുള്ള ബീഡ് സ്ട്രിങ് ഉണ്ടാവും എല്ലാ ഫേസിലും, 4 ഫേസിലും അങ്ങനെ 1 തുടങ്ങി 10 വരെയുള്ളത്. അപ്പൊ അതും ഒറ്റ യൂണിറ്റ് ബീഡ് പിരമിഡ് ആയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? പിന്നെ ഈ കമ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത നോക്കിക്കോളൂ കേട്ടോ. ഈ ഫസ്റ്റ് 2 ഈ സിംഗിൾ ആയിട്ടിരിക്കുന്നതും ഈ ടെൻസിന്റെയും അതിന്റെ ആ ഡെപ്ത് കുറവാ. ഇത്രയും എന്റെ ഈ വിരല് ഇത്രയും ഉണ്ടാവുള്ളൂ. മറ്റേത് താഴെ വരെ ഉണ്ട്, കാരണം ഇത് ഇങ്ങനെ ഫുൾ താഴേക്ക് പോകണമല്ലോ. ഇതിന്റെ രണ്ടിന്റെയും ഡെപ്ത് കൂടുതലാണ്. അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അവരതൊക്കെ ചിലപ്പോ മനസ്സിലാക്കും, ചോദിക്കും നമ്മളോട് ചിലപ്പോൾ. നമുക്കിനി നമ്പർ റൂട്ട്സ് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷൻ ബോർഡ്സ് എടുക്കാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ആ രീതിയിൽ ബോർഡ്സ് എടുക്കാം. നമ്പർ റൂട്ട്സ് ആണ്. നമ്പർ റൂട്ട്സ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. സ്മോൾ നമ്പർ റൂട്ട്സും ലാർജ് നമ്പർ റൂട്ട്സും. 10 എണ്ണമാണ് ഓരോന്നിലും. സ്മോളും ലാർജും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് സ്മോൾ നമ്പർ റൂട്ട്സ് ആണ്. അതായത് നമ്പർ റൂട്ട് സെയിം കൺസെപ്റ്റ് തന്നെ, പക്ഷെ ചെറുത്. ഇതിന്റെ വലിപ്പമുള്ളതുണ്ട്. ഇതുപോലെ തന്നെ 10 പീസ് ഇതേ കളർ കോമ്പിനേഷനിൽ. നമ്മൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് നമ്മൾ കുട്ടികൾക്ക് ഡെമോ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത്. ആ ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൗണ്ടിങ് ആണ്. ഫസ്റ്റ് കൗണ്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കളർ കൊടുക്കാം. ഏതാണോ നമ്മൾ ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൗണ്ടിങ് കൊടുക്കുവാണെങ്കിൽ കൗണ്ടിങ്, അപ്പൊ 1 ഉള്ള ഒരു ഇത്രയും വരുന്ന ഒരു ബ്ലോക്ക് 1, അടുത്തത് 2 ബ്ലോക്സ് 1 2, അങ്ങനെ ആ രീതിയിൽ കൗണ്ടിങ് കൊടുത്തു പോകും. 1 2 3. പിന്നെ കളർ ഐഡന്റിഫൈ ചെയ്യിക്കവർക്ക്. അവർ പാരലലി കളർ ടാബ്ലറ്റ്സ് ചെയ്തിട്ടുണ്ടാകാതിരിക്കാം. അത് ഡിപ്പെൻസ്, നമ്മൾ എങ്ങനെയാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച്. ഒരു റെഡ്, ബ്ലൂ, ആ 2 കളർ കൺസെപ്റ്റും അവർക്ക് വരണം. പിന്നെ നീളം കൂടിയത്, നീളം കുറഞ്ഞത്, ആ ലെങ്ത്തിന്റെ ഡിഫറൻസ് നമ്മൾ കുട്ടിയോട് അല്ലാതെ പറയുക. നീളം ഉള്ളത് എടുത്തുകൊണ്ട് വരൂ, നീളം കുറഞ്ഞത് എടുത്തിട്ട് വരൂ. കുട്ടിക്ക് ലെങ്ത് കൂടിയത് ലെങ്ത് കുറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മൾ ഒരെണ്ണം കാണിച്ചു കൊടുക്കുവാണ്. ഇത് ഇത്രയും നീളമുണ്ട്, കൈ വെച്ചിട്ടോ അങ്ങനെ കൈയൊക്കെ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ. ഇതെന്ന് പറയുന്നത് അതിന്റെ ചെറുത്. ഓക്കെ, അച്ഛന്റെ അടുത്ത് മോൻ നിൽക്കുന്ന ഹൈറ്റ് നോക്കില്ലേ, അതൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ഇത് ആ ഒരു രീതിയിൽ ലെങ്ത് ഡിഫറൻസ്, ലാർജും സ്മോളും ആ ഒരു കൺസെപ്റ്റ് കൊടുക്കും. അപ്പൊ നമ്മൾ ലാർജ് സ്മോള് കൺസെപ്റ്റ്, കളർ കൺസെപ്റ്റ്, പിന്നെ കൗണ്ടിങ് കൊടുത്തു. കൗണ്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരോട് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ അത് പഠിപ്പിക്കാം. അത് അവർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആദ്യം 1 വെച്ചു. റെഡിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഡെമോ കൊടുക്കുമ്പോൾ എപ്പോഴും അത് പറഞ്ഞു കൊടുക്കണം. റെഡിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 കൗണ്ട് ചെയ്തിട്ടാണ് അവരെടുക്കുന്നത്. ഞാനിപ്പോ പെട്ടെന്ന് വെച്ചു എന്നേ ഉള്ളൂ. 5 6 7 8 റെഡിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് 1 റെഡ് ആണ്, സെക്കൻഡ് 1 എൻഡ് ചെയ്തത് ബ്ലൂ, തേർഡ് റെഡ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കളർ ഇങ്ങനെ മാറുന്നത് കാണാം. അപ്പോൾ ഓഡ് ഈവൻ എന്നുള്ള കൺസെപ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. 1 റെഡിൽ എൻഡ് ചെയ്തു, 3 റെഡിൽ എൻഡ് ചെയ്തു, 5 7 9 റെഡിൽ എൻഡ് ചെയ്തു. ഇത്രയും കൺസെപ്റ്റ് അവർക്ക് ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ നമ്പർ റോഡ്സ് യൂസ് ചെയ്തിട്ട് അഡീഷൻ ചെയ്യിപ്പിക്കുന്നത്. അഡീഷൻ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 10 വരെയുള്ള നമ്പർ റോഡ്സേ ഉള്ളൂ. കൺഫ്യൂസിങ് ആയിട്ടുള്ള അഡീഷൻ ചെയ്യിപ്പിക്കരുത്. ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടുള്ള അഡീഷൻ ആണ്
നമ്പർ റൂട്ട്സിൽ നമ്മൾ ചെയ്യിക്കേണ്ടതുള്ളൂ. ബീഡ് സ്ട്രിങ്ങിലാണെങ്കിലും അതായിരിക്കും നല്ലത്. ചെറിയ നമ്പേഴ്സ്, കാരണം ചെറിയ ക്ലാസ്സിൽ ചെറിയ ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടുള്ള അഡീഷൻസ് അല്ലേ ചെയ്യിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു രീതി. അപ്പൊ അങ്ങനെ ഇപ്പോ 2 + 5 ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടി കൗണ്ട് ചെയ്തെടുക്കും. ബ്ലോക്ക് കളറുമാണ് അവന് കൗണ്ട് ചെയ്യേണ്ടത്. റെഡും ബ്ലൂവും വരുന്നു. സോ 2 കളേഴ്സ് വന്നത്. അപ്പൊ 2 അങ്ങനെയും കളർ കൺസെപ്റ്റ് ആ കൗണ്ടിങ്ങിൽ വരും. 2 എടുക്കും, 2 ഇവിടെ പ്ലേസ് ചെയ്യും. 2 + 5 അല്ലേ പറഞ്ഞേ, വീണ്ടും കൗണ്ട് ചെയ്യും. അങ്ങനെ ആ കളർ നോക്കി ആ രീതിയിൽ കൗണ്ട് ചെയ്യും. കുറെ അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻഡ് ചെയ്യേണ്ടത് ബ്ലൂവിലാണ്, 3 എന്ന് പറയുന്നത് റെഡിലാണ്. അപ്പൊ 3, 5, 7 ഒക്കെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പറയുമ്പോൾ 3 എന്ന് പറയുമ്പോൾ ആൾക്ക് മനസ്സിലുണ്ട് റെഡിൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 6 എന്ന് പറയുമ്പോൾ ബ്ലൂവിൽ എൻഡ് ചെയ്യണം. അപ്പൊ ആ റോഡ് മാത്രം ശ്രദ്ധിക്കും. അങ്ങനെ അവരുടെ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ ഇത് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി കൗണ്ട് ചെയ്യിപ്പിക്കും. ഫുൾ കൗണ്ട് ചെയ്ത് 7 വരും. 7 വരുന്ന നമ്പർ റോഡ് എടുത്ത് ആൻസർ ഈക്വൽ ടു കഴിഞ്ഞിട്ട് അത് പ്ലേസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്പർ റോഡ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ ആ ഒരു ഷേപ്പ്, നീളം കൂടിയത് കുറഞ്ഞത്, ആ ഒരു കമ്പാരിസൺ, പിന്നെ കളർ കോൺസെപ്റ്റ് വരും, പിന്നെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഓഡ് ഈവൻ, അങ്ങനെ കുറെ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണ് കോംപ്ലക്സ് കാര്യത്തിലേക്ക് പോകുന്നത്, അഡീഷൻ. ഓക്കെ, ലാർജ് നമ്പർ റോഡ്സ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ല വലിപ്പമുള്ള കേട്ടോ. ഈ ടേബിളിനൊക്കെ അത്ര വരുമായിരിക്കും ഏറ്റവും വലുത്. അപ്പൊ അത് കുട്ടികൾക്ക് ഈ നമ്പർ റോഡ്സുമായിട്ട് അവർ കമ്പയർ ചെയ്യും. വെയിറ്റും ഉണ്ടാവും അതിന്. ഇതിന്റെ വെയിറ്റ് കുറെ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഫെദർ ടച്ച് ഫീലേ ഉള്ളൂ. നമുക്ക് ബോർഡിലേക്ക് പോവാം. അത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. നമ്മൾ ഫസ്റ്റ് അഡീഷൻ ബോർഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ബോർഡ് കാണാമോ? ഞാൻ 2 ബോർഡും ജസ്റ്റ് ഒന്ന് വെക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. 2 ബോർഡും പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ തോന്നും. നിങ്ങൾക്ക് അതിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സും അതിന്റെ കളറും കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ, ഈ 2 ബോർഡ്സിലും നമുക്ക് കാണാം. ഫസ്റ്റ് ബോർഡ്, ഈ ഒരു ബോർഡ് മാത്രം ഞാൻ മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് പറയാം. 1 തുടങ്ങി 18 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അത് എഴുതിയേക്കുന്നതിന്റെ പ്രത്യേകത കണ്ടോ? 1 തുടങ്ങി 10 വരെയും റെഡ്, 10 കഴിഞ്ഞ ഉടനെ ഒരു റെഡ് വെർട്ടിക്കൽ ലൈൻ, പിന്നെ 11 തുടങ്ങി 18 വരെ ബ്ലൂ ആണ്. പിന്നെ ഇതിൽ ബ്ലൂ ലൈൻസ് ആണ് കാണുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെക്ക് ബുക്ക് കൊടുക്കില്ലേ, അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ബോർഡും ഒരേപോലെ ഒരേ സൈസ്. ഈ ബോർഡിലെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. 1 തുടങ്ങി 10 വരെയും റെഡ്, 11 തുടങ്ങി 18 വരെ ബ്ലൂ, 10 കഴിഞ്ഞിട്ട് ഒരു റെഡ് വെർട്ടിക്കൽ ലൈൻസ്, ബാക്കി ലൈൻസ് എല്ലാം ബ്ലൂവിലാണ്. ഈ ചെക്ക് ബുക്ക് പോലെ കുട്ടികളുടെ. ഇത് അഡീഷൻ ബോർഡാണ്. അഡീഷൻ ബോർഡിന്റെ പ്രത്യേകതയാണ് പറഞ്ഞതെല്ലാം, ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. 1 തുടങ്ങി 10 വരെയും റെഡ്, 10 കഴിയുമ്പോൾ റെഡ് വെർട്ടിക്കൽ ലൈൻ, 11 തുടങ്ങി 18 വരെയും ബ്ലൂ നമ്പേഴ്സ്. അഡീഷൻ ബോർഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുവാണേ. ഈ സബ്ട്രാക്ഷൻ ബോർഡാണ് ഇത്. 1 തുടങ്ങി 9 വരെയും ബ്ലൂ. അഡീഷനിൽ 1 തുടങ്ങി 10 വരെയും റെഡ് ആയിരുന്നു. ഇവിടെ 1 തുടങ്ങി 9 വരെയും ബ്ലൂ, 9 കഴിഞ്ഞിട്ട് ബ്ലൂ വെർട്ടിക്കൽ ലൈൻസ്, പിന്നെ 10 തുടങ്ങി 18 വരെയും റെഡ് കളർ. ചെക്ക് ലൈൻസ് റെഡ് ആണ്. ഇതിനെ രണ്ടിനെയും തമ്മിലൊന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, നമുക്കൊന്ന് മനസ്സിലാകാൻ ഒരേപോലെ അല്ല, രണ്ടിന്റെയും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം അത് ഇനി നമുക്ക് അഡീഷൻ ബോർഡ് മാത്രം എടുക്കാം. പിന്നെ സബ്ട്രാക്ഷൻ വരുമ്പോൾ ഒന്നുകൂടെ പറയാം. 1 തുടങ്ങി 10 വരെയും റെഡ് നമ്പേഴ്സ്, 11 തുടങ്ങി 18 വരെയും ബ്ലൂ നമ്പേഴ്സ്, 10 കഴിയുമ്പോൾ റെഡ് വെർട്ടിക്കൽ ലൈൻസ്, ബ്ലൂ ചെക്ക് ലൈൻസിന് ബ്ലൂ ലൈൻസ് ആണ് വരുന്നത്. നമുക്ക് ഈ ബോർഡിന്
രണ്ട് അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് എന്നാണ് പേര്. രണ്ട് ടൈപ്പ് സ്ട്രിപ്പ് ഉണ്ട്. റെഡ് കളർ സ്ട്രിപ്പും ഉണ്ട് 9 എണ്ണം, ബ്ലൂ കളർ സ്ട്രിപ്പും ഉണ്ട് 9 എണ്ണം. 1 തുടങ്ങി 10 വരെയും റെഡ് കളർ ആയതുകൊണ്ട് നമ്മൾ റെഡ് കളർ സ്ട്രിപ്പ് ആയിരിക്കും ഈ നമ്പർ വരുന്ന സൈഡിൽ വെക്കുന്നത്. ഇവിടെ 11 തുടങ്ങി 18 വരെയും ബ്ലൂ കളർ ആയതുകൊണ്ട് ബ്ലൂ കളർ സ്ട്രിപ്പ് ആയിരിക്കും ഈ സൈഡിൽ വെക്കുന്നത്. ഈ ബോർഡിനോട് ചേർത്താണ് കേട്ടോ സ്ട്രിപ്പ് വെക്കുന്നത്. നമുക്ക് 1 തുടങ്ങി 9 വരെയുള്ള സ്ട്രിപ്പ് ഉണ്ട്. ഈ താഴത്തെ ചെക്ക് ബോക്സിനോട് ചേർത്ത് ഇങ്ങനെ താഴെയാണ് സ്ട്രിപ്പ് വെച്ച് പോകുന്നത്. നമ്മളുടെ ഏഞ്ചൽ വിങ്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വിങ്സ് ഉണ്ടല്ലോ, മുകളിൽ നീളം കൂടുതലായിരിക്കും, താഴേക്ക് വരുമ്പോൾ നീളം കുറഞ്ഞു വരും. ഏഞ്ചലിന്റെ ഒക്കെ വിങ്സ് അങ്ങനെയല്ലേ? ആ രീതിയിൽ വേണം നമ്മൾ സ്ട്രിപ്പ് വെക്കാനായിട്ട്. ഏറ്റവും ടോപ്പിൽ നീളം കൂടിയത്, താഴേക്ക് വരുമ്പോൾ കുറഞ്ഞു വരണം. ദാറ്റ് മീൻസ് 9 ആണ് നമ്മുടെ ഏറ്റവും വലിയ നമ്പർ വരുന്ന സ്ട്രിപ്പ്. 9 ആയിരിക്കണം മുകളിൽ വരുന്നത്, താഴേക്ക് വരുമ്പോൾ കുറഞ്ഞു വരും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം സ്ട്രിപ്സ്. സെയിം സ്ട്രിപ്പ് തന്നെ സബ്ട്രാക്ഷനും സെയിം ഉണ്ട്. സബ്ട്രാക്ഷൻ അഡീഷണലി ഒരു സ്ട്രിപ്പും കൂടെ വരും. അതേ ഉള്ളൂ വ്യത്യാസം രണ്ടും തമ്മിൽ. കാണാമോ? നയൻ, ഇവിടെ 1 തുടങ്ങി 10 വരെയും റെഡ് കളറാണ് നമ്പേഴ്സ്. സോ റെഡ് സ്ട്രിപ്പ് നമ്മൾ ആ സൈഡിൽ വെച്ചു. 9 ആദ്യം വെച്ചു. ദെൻ 8, കാരണം അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് നമ്പർ അറിയാം, കൗണ്ട് ചെയ്യാനെല്ലാം നല്ലപോലെ അറിയാം. സോ 8 എന്നുള്ള നമ്പർ കാണുമ്പോഴേ അവർക്ക് അറിയാം അത് 8 സ്ട്രിപ്പ് ആണ്. അവരതവിടെ പ്ലേസ് ചെയ്യും. 7, 6, 5, 4, 1. ഓക്കെ, സ്ട്രിപ്സ് വെച്ചു. അതുപോലെ കണ്ടോ, ഏഞ്ചൽ വിങ്സ് പോലെ മുകളിലാണ് കേട്ടോ നമ്പേഴ്സ്. സോ നിങ്ങൾ കാണുമ്പോൾ അതൊന്ന് തിരിച്ചു വെക്കണോ? മനസ്സിലാകാൻ തിരിച്ചു വെക്കണോ? കാണാനില്ലേ മാം? കാണുന്നില്ലേ? ഇല്ല, സ്ട്രിപ്പ് വെച്ചത് കാണാനില്ല. ഇപ്പോഴോ? ആ ഇപ്പൊ കാണാം. എവിടെ വരെ കാണാം? ഞാൻ നിൽക്കുന്ന ഇത്രയും പോർഷൻ ആണോ കാണാൻ പറ്റുന്നത്? ഞാൻ കൈവച്ചേക്കണ ഇത്രയും ഭാഗം കാണാമോ? ഇപ്പൊ കാണാം. അല്ല, ഈ സൈഡിലും സ്ട്രിപ്പ് വെക്കുമ്പോ കാണുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കേൾക്കാനില്ലേ മാം? മിസ്സേ മ്യൂട്ടായി പോയോ? എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ അതോ എനിക്കേ ഉള്ളോ?
എനിക്ക് മാമിനെ കാണാൻ പറ്റുന്നില്ല. മാം പോയോ? എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും. ഇപ്പൊ ശരിയാവും കേട്ടോ. കേൾക്കാമോ? കേൾക്കാമോ ഇപ്പോ? മാമിനെ കാണുന്നുമില്ല. കേൾക്കാമോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? കേൾക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേൾക്കാം അമ്മ. പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ വരാം. കാണാമോ? 2 നമ്പർ പറയാമോ ആഡ് ചെയ്യാനുള്ളത്? നമ്മുടെ സ്ട്രിപ്സ് 9 വരെ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്പർ പറയുന്നുണ്ട് കേട്ടോ. 2 നമ്പർ പറയാമോ ആഡ് ചെയ്യാനുള്ളത്? 2 മാത്രമേ കിട്ടുള്ളൂ. 2 ആണ് പറഞ്ഞത്. 5 2 2 + 5 ആണോ പറഞ്ഞത്? ഓക്കെ, വട്ടവർ 2 + 5 ഞാൻ വിചാരിക്കുവാണ് കേട്ടോ. നമ്മള് 2 ഈ സൈഡിൽ നിന്ന് 2 എന്നുള്ള സ്റ്റെപ്പ് എടുത്തിട്ട് നമുക്ക് ഒരിക്കലും കുട്ടികളോട് നിങ്ങൾ ഇതേ എടുക്കാൻ പാടുള്ളൂ, ഈ കളർ ഇവിടെ വെക്കാൻ പാടുള്ളൂ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചില കുട്ടികൾക്ക് റെഡ് ആയിട്ട് ഭയങ്കര ഇഷ്ടം, ചില കുട്ടികൾക്ക് ബ്ലൂ ആയിട്ട് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഡെമോ കാണിക്കുമ്പോൾ കറക്റ്റ് മെത്തേഡ് തന്നെ കാണിച്ചു കൊടുക്കാം. 2 എന്നുള്ള സ്റ്റെപ്പ് എടുത്തു. നമ്മുടെ ചെക്ക് ബോക്സിൽ 1 2 എഴുതിയിട്ടില്ലേ, അതിന്റെ താഴെയുള്ള ബോക്സ് വെട്ടി 2 + 5 ആണെന്ന് വെച്ചു. 5 സ്റ്റെപ്പ് ബ്ലൂയിൽ നിന്ന് എടുത്തു. ആ 2 നമ്പറാണ് കളർ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും അതിൽ നിന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ. നമ്മൾ സെയിം നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ കൺഫ്യൂഷൻ അവർക്ക് വരില്ല. അപ്പൊ അവര് 2 സൈഡിൽ നിന്ന് തന്നെ എടുക്കും. ഒരു നമ്പർ ഫസ്റ്റ് നമ്പർ ഇവിടെ നിന്നാണെങ്കിൽ സെക്കൻഡ് നമ്പർ ഇവിടെ എടുക്കണം എന്നുള്ള രീതിയിൽ ഡെമോ കൊടുക്കും. 2 + 5 വെച്ചു അത് ചേർത്ത് വരും. ഈ ബോക്സിൽ നിന്ന് പുറത്ത് പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഫിംഗേഴ്സ് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. 5 വെച്ച് കഴിയുമ്പോൾ അതിന്റെ മുകളിലുള്ള നമ്പർ ഏതാണ്? 7. അത് കൂടാതെ അവരിത് അങ്ങനെ തന്നെ താഴേക്ക് ഇറക്കിയിട്ട് ഇത് വെച്ച ബോക്സസ് കൗണ്ട് ചെയ്യിക്കാം. 1 2 3 4 5 6 7 ആൻസറും കൂടെ കൺഫേം ചെയ്യും. ഓക്കെ, ഈ മൂവ്മെന്റ് ആണ്, സ്ട്രിപ്പിന്റെ മൂവ്മെന്റ് ആണ്. ഫിംഗേഴ്സ് വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് അത്രയും ഒരു പ്രൊസീജിയർ പോലെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, 2 നമ്പേഴ്സ് പറയുമ്പോൾ ഒരു സൈഡിൽ ഒരു നമ്മളുടെ ആഡൻസ് ആണ്, നമ്മുടെ സം, നമുക്ക് കിട്ടേണ്ട സമ്മിന്റെ ആഡൻസ് ആണ് 2 നമ്പേഴ്സ്. അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകുന്നു അല്ലെ. സബ്ട്രാക്ഷൻ നമുക്ക് കുറഞ്ഞു വരിക. ദാറ്റ് മീൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമ്പറിൽ ചെറിയ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലെ. നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴല്ലേ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ നമ്പർ ഏതാണ്, അത് കഴിഞ്ഞുള്ള ഒരു നമ്പറും ആവശ്യമില്ല. അതിനെ മറച്ചു വെക്കാനാണ് നമുക്ക് അഡീഷണലി മൂന്നാമതൊരു ടൈപ്പ് സ്റ്റെപ്പുകൾ. ഇത് ക്ലിയർ ആയോ? ഞാൻ സബ്ട്രാക്ഷൻ എടുത്തത് മനസ്സിലായി? ക്ലിയർ ആണോ ഓഡിയോ? ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ, താങ്ക് യു. പിന്നെ സബ്ട്രാക്ഷൻ എടുക്കാലോ. സബ്ട്രാക്ഷൻ സെപ്പറേറ്റ് ബ്ലൂ സ്ട്രിപ്പ് ഉണ്ട്. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സ്ട്രിപ്പിന് ഇവിടെ തന്നെ, എളുപ്പമല്ല തിരിച്ചു വെക്കണം, അതും വേറൊരു കാര്യം. എന്തായാലും ഇതേ സ്ട്രിപ്പ് തന്നെ സബ്ട്രാക്ഷൻ നമുക്കുണ്ട്. അത് ഇനിയിപ്പം ഒരു അഡീഷണൽ സ്ട്രിപ്പും കൂടെ വരും. സബ്ട്രാക്ഷന്റെ ബോർഡ് ബ്ലൂ നമ്പേഴ്സ് 9 വരെയും 10 തുടങ്ങി 18 വരെയും റെഡ് നമ്പേഴ്സ്, 9 കഴിഞ്ഞിട്ട് ബ്ലൂ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ്. രണ്ടും തമ്മിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും.
ബാക്കി എല്ലാം ചെക്ക് ബോക്സും അതിന്റെ നമ്പർ ചെക്ക് ബോക്സ് എത്ര ഉണ്ടോ അതെല്ലാം സെയിം തന്നെയാണ്, ഒരേ മെഷർമെന്റിലുള്ള ബോർഡാണ്. സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ് വെക്കുമ്പോൾ നമുക്ക് ബ്ലൂ നമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ദാറ്റ് മീൻസ് ബ്ലൂ സ്ട്രിപ്പ് ആണ് ഇവിടെ വരേണ്ടത്. ഞാൻ എളുപ്പത്തിന് വെച്ചാലും അത് നടക്കില്ല. കുറച്ചുകൂടെ ഞാനൊന്ന് ഇങ്ങോട്ട് വെക്കുകയാണ്, കാരണം നമുക്ക് ബാക്കി മറ്റേ സ്ട്രിപ്പുകൾ ഈ ഭാഗത്താണ് വരുന്നത്. ഞാനൊന്ന് ടേബിള് ഇങ്ങനെ വലിച്ചപ്പോ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാനോ? ഇവിടെ നമുക്ക് സ്ട്രിപ്പ് വെക്കണം, അതുകൊണ്ട് ടേബിൾ ഒന്ന് ഞാൻ വെച്ചു. ഇനി നമ്മൾ ബ്ലൂ നമ്പേഴ്സ് ആണ് ഈ സൈഡിൽ, സോ ബ്ലൂ സ്ട്രിപ്പ്. അതായത് അഡീഷനിൽ എങ്ങനെ സ്ട്രിപ്പ് വെച്ചോ അതിൽ നിന്ന് റിവേഴ്സ് നമ്മൾ ചെയ്യണം സ്ട്രിപ്പ് വെക്കുമ്പോൾ. അതാണ് ഒരു വ്യത്യാസം. അഡീഷനിൽ ഇവിടെ റെഡ് വെച്ചു, സോ ഇപ്പുറത്തായിരിക്കണം റെഡ് വരുന്നത്. നേരത്തെ വെച്ച പോലെ തന്നെ ജസ്റ്റ് സൈഡ് ഒന്ന് ചേഞ്ച് ആയി. വേറെ സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ, ഞാൻ ആ ബോക്സ് എടുക്കണ്ടെന്ന് വെച്ചിട്ട് സെയിം തന്നെ വെച്ചേ ഉള്ളൂ. ഇനി അഡീഷണലി ഇതിന് വരുന്ന സ്ട്രിപ്പാണ് 18 പീസസ് വരുന്ന ഈ ഒരു ഗ്രേ കളറിലുള്ള സ്ട്രിപ്പ്. ചില ബോർഡിന്റെ കൂടെ വുഡൻ കളറിലുള്ള സ്ട്രിപ്പ് തന്നെയായിരിക്കും. ഇത് വുഡൻ തന്നെയാണ്, അതിൽ ഗ്രേ പെയിന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 18 സ്ട്രിപ്സ് ഉണ്ട്. ഇത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 1 തുടങ്ങി 18 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, 1ൽ നിന്ന് 18 വരെ നമ്മൾ വേർട്ടിക്കലി വെക്കും മുകളിലേക്ക്. ഏറ്റവും വലുത് 1ലായിരിക്കും, 18ലേക്ക് പോകും തോറും ചെറുതായിക്കൊണ്ടിരിക്കും സ്ട്രിപ്പ്. ഏറ്റവും ലെങ്ത് ഉള്ളത് 1ൽ വരണം. ടേബിളിന്റെ പുറത്തേക്ക് ഇരിക്കും. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് വെക്കുമോ, ഞാൻ പറഞ്ഞ മനസ്സിലാവൂ. അതായത് 1 തുടങ്ങി താഴെ വീഴും. ടേബിളിന് സ്പേസ് ഇല്ലാത്തത് ചിലപ്പോൾ താഴെ വീഴും. എയ്റ്റീൻ എത്തുമ്പോഴേക്കും ഏറ്റവും ചെറിയ സ്റ്റെപ്പ് ആയിരിക്കും. അതാ നമ്പറിന്റെ മുകളിൽ തന്നെ കറക്റ്റ് വരണം കേട്ടോ. 1ന്റെ മുകളിൽ ഏറ്റവും വലിയ സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ വെച്ചു പോണം. സെവൻറ്റീന്റെ മുകളിൽ വെച്ചു. നെക്സ്റ്റ് ലാസ്റ്റ് ചെറുത് 18ന്റെ മുകളിലായി. ഓക്കെ, 2 നമ്പർ പറയാമോ സബ്ട്രാക്ട് ചെയ്യാനുള്ളത്? 8 മൈനസ് 3 അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ നമ്പർ 8 അല്ലേ? കുട്ടികളാണ്, അവർക്ക് കുറെ നമ്പർ ഒന്നും അവരുടെ തലയിലേക്ക് പോകാതിരിക്കുക നല്ലത് അല്ലെ? അപ്പൊ 8ൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യണം, ടേക്ക് അവേ ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8ന്റെ മുകളിലുള്ള സ്ട്രിപ്പ് ഇല്ലേ അതെടുക്കും. 8 മൈനസ് 3, 8ന്റെ മുകളിലുള്ള സ്ട്രിപ്പ് എടുത്തു. അപ്പൊ ഏറ്റവും വലിയ നമ്പർ 8 ആണ്, കുറഞ്ഞു പോവുകയാണ്, ടേക്ക് അവേ ആണ്. അപ്പൊ 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഒന്നും നമുക്ക് വേണ്ട അല്ലെ? അപ്പൊ 9 തുടങ്ങിയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഹൈഡ് ചെയ്യും ആ സ്ട്രിപ്പ് വെച്ചിട്ട്. കുട്ടി ഇപ്പൊ കാണുന്നത് 1 തുടങ്ങി 8 വരെയുള്ളൂ. 8 മൈനസ് 3 ആണ്. നമ്മളുടെ ബ്ലൂവിൽ നിന്ന് നമ്മളൊരു 3 എടുത്തു. 3 എടുത്തിട്ട് 8ൽ നിന്ന് ഈ ഗ്രേ സ്ട്രിപ്പിനോട് ചേർത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കും.
ഇപ്പൊ ബാലൻസ് കാണുന്നത് 1 2 3 4 5 എന്നുള്ള നമ്പർ. ഈ ഒരു 3നെ അങ്ങനെ തന്നെ താഴെ ചെക്ക് ബോക്സിലേക്ക് വെക്കുക. റിമൈനിങ് ലെഫ്റ്റിലേക്ക് കാണുന്ന ബോക്സസ് കൗണ്ട് ചെയ്ത് നോക്കുക. 5 അത് കൺഫേം ചെയ്യാനായിട്ട് റെഡിന്ന് 5 എടുത്തിട്ട് ആ സ്പേസിൽ വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അവിടെ ആ സ്പേസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആൻസർ കൺഫേം ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഏറ്റവും വലിയ നമ്പർ ആയ 8ൽ നിന്ന് സ്ട്രിപ്പ് എടുത്തു. 8 കഴിഞ്ഞിട്ടുള്ള 9 തുടങ്ങിയുള്ള നമ്പർ ഒന്നും വേണ്ട, അതിനെ ഹൈഡ് ചെയ്തു ആ സ്ട്രിപ്പ് വെച്ചിട്ട്. 3 എടുത്തിട്ട് 8 - 3 ആയിരുന്നു. 3 എടുത്തിട്ട് ആ ഗ്രേ സ്ട്രിപ്പുമായിട്ട് അടുപ്പിച്ചു വെച്ചു. ബാക്കി കാണുന്ന നമ്പർ അതിൽ ഏറ്റവും വലുത് ആ നമ്പർ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലും മതി. 1 2 3 4 5 ആണുള്ളത് പിന്നെ കാണുന്നത്. അപ്പൊ 5 ആൻസർ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്ട്രിപ്പിനെ താഴത്തെ ചെക്ക് ബോക്സിലേക്ക് വെച്ചു. ബാക്കി വരുന്ന ലെഫ്റ്റിലേക്ക് ബാക്കി വരുന്ന ചെക്ക് ബോക്സ് കൗണ്ട് ചെയ്തു. വേണമെങ്കിൽ ഗ്രേ സ്ട്രിപ്പിനെ താഴത്തെ ബോക്സിലേക്ക് വെക്കാം. ഈ ഒരു റോയില് ബാക്കി കാണുന്ന ചെക്ക് ബോക്സ് മാത്രം കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പൊ 5 എന്ന് കിട്ടി. റെഡിലെ 5 എടുത്തിട്ട് ആ ബോക്സിൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സോ ആൻസർ കൺഫേം ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ് മാം. ഫ്രൈഡേ വരെയാണ് എനിക്ക് തോന്നുന്നു. ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഓൺലൈൻ ആയിട്ട് പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് 11 ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർക്ക് 12:30 ക്ലാസ് ഉണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്യണോ അത് ഇനി ഒരു ക്ലാസ്സും കൂടെ വെച്ചിട്ട് തീർത്താൽ മതിയോ? ഒരു ക്ലാസ്സും കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തീർക്കാനായിട്ട് പറ്റും. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച എന്തായാലും ഉണ്ടാവില്ല. കാരണം നാളെ പറ്റുമെങ്കിൽ വെക്കാൻ പറ്റുമെന്ന് നോക്കി നിങ്ങൾക്ക് ഇന്ന് തന്നെ മെസ്സേജ് അയക്കാം. വരുന്നതിന് മുമ്പ് തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ നമുക്ക് ചില ലിമിറ്റേഷൻസ് കാരണം അത് അങ്ങനെ അത് നടക്കുന്നില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ ആകുന്നില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഓരോ ടീച്ചർമാർ അവരുടെ ക്ലാസ് അവേഴ്സിൽ ഇരുന്ന് അവിടെ ഇരുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്ന് ചെയ്യുമായിരിക്കും. മെറ്റീരിയൽസ് ഇങ്ങനെ നാശാന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ അങ്ങ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് നിങ്ങളുടെ ബാച്ചിന് തുടങ്ങിയാൽ ഞാൻ നേരിട്ട് വന്ന് ഡെമോ തരുന്നത് 11 തുടങ്ങിയിട്ട്. ഞാൻ ഒരു മാമിന്റെ ക്ലാസ് അല്ലേ? എന്തോ ഇന്ന് ഉച്ചയ്ക്ക് മാമിന്റെ ക്ലാസ് അല്ലേ? അതെ തിയറി ക്ലാസ്. അപ്പോ ചെയ്യാൻ പറ്റുമോ? എനിക്ക് 11 കുട്ടികളെ ജോയിൻ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഉച്ചയ്ക്ക് ഞാൻ അപ്പൊ ഈ ക്ലാസ് തന്നെ തരാനാണോ? വീട്ടിലേക്ക് പോവായിരുന്നു. ഓക്കെ അപ്പൊ വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്ലാൻ ചെയ്യായിരുന്നു 1:30 ഒന്ന് വീട്ടിൽ പോയിട്ട് ഓടി വരായിരുന്നു. 11 ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? കാരണം കുട്ടികളുണ്ട്. നിങ്ങൾക്ക് 12:30 ക്ലാസ്, 1:30 ക്ലാസ് കഴിഞ്ഞാൽ ഇതിലേക്ക് കയറാൻ പറ്റൂ. പിന്നെ PGയുടെ ക്ലാസ്സും കയറണ്ടേ? ഇന്ന് PG ക്ലാസ് ഇല്ലല്ലോ, ഇന്ന് ബുധനാഴ്ച ക്ലാസ് ഇല്ല. നിങ്ങൾ ഓക്കെ ആണോ 1:30 കയറാൻ? ഗ്രൂപ്പിൽ ഞാൻ ചോദിക്കാം. ചോദിച്ചിട്ട് പറയാം. പറയാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. 1:30 എന്തായാലും ഓൾറെഡി നിങ്ങൾ 12 കയറും. 11 എന്നോടൊന്ന് പേഴ്സണലി അറിയിച്ചാൽ ഞാനൊന്ന് കൺഫർമേഷൻ പറയാം. 12 1:30 പ്രാക്ടിക്കൽ ഓക്കെയാണ് അല്ലേ? തിയറി പ്രോബ്ലം ഇല്ലല്ലോ, നമുക്ക് പ്രാക്ടിക്കൽ തീർക്കാന്നുള്ളതല്ലേ. പിന്നെ 12 തേഴ്സ്ഡേ രാത്രി 7:30 തുടങ്ങി മോഡ്യൂൾ 3 ആണ് നമ്മുടെ പ്രാക്ടിക്കലിന്റെ കുറെ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. അപ്പൊ അതിന്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇന്ന് ചിലപ്പോൾ വരുമായിരിക്കും, നാളെ വരും. സബ്ട്രാക്ഷൻ ക്ലിയർ ആയോ? നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. മാക്സിമം നിങ്ങൾ ഡെമോയിൽ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ വരാൻ പറ്റുന്നവർ വരിക. അവര് വീഡിയോ എടുത്ത് വരാൻ പറ്റാത്തവർക്കൊന്ന് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ഫൈൻ, വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. കൊടുത്തിട്ടുണ്ടോ? എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ. ചെയ്യാം. Okay then, bye. Thank you, ma'am. Thank you, ma'am.